നമുക്കറിയാം, നാളുകളായി മാസങ്ങളായി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ഫേസ് സിറ്റി ചർച്ചിൻ്റെ ഫാമിലി ക്യാമ്പിൻ്റെ അതിൻ്റെ സമാപ്തിയിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ലാസ്റ്റ് ലാപ്പിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ദൈവം അവിടം വരെ ദൈവം നമ്മളെ കൊണ്ടുവന്നു. സ്തോത്രം. നമ്മുടെ കഴിവോ മിടുക്കോ അതിനസാധ്യമായിരിക്കുമ്പോൾ ഇവിടെ വരെ എത്തിച്ച ദൈവത്തിന് കരങ്ങൾ ഉയർത്തി നമ്മുടെ ദൈവത്തിന് നമുക്ക് സ്തോത്രം കരയറ്റാം. എല്ലാവരും ഒന്ന് എഴുന്നേറ്റിട്ട്, സീറ്റുകൾ ഒരുപാട് ഒഴിഞ്ഞു കിടപ്പുണ്ട്, ആ സീറ്റിലേക്ക് എല്ലാവരും ഒന്ന് മുന്നോട്ട് കടന്നിരിക്കാൻ പ്രത്യേകം ഓർപ്പിക്കുകയാണ്. എല്ലാവരും ഒന്ന് എഴുന്നേറ്റാട്ടെ. ദയവ് ചെയ്ത് നിങ്ങളുടെ മുമ്പിലുള്ള സീറ്റുകൾ, കസേരകൾ ഒഴിച്ചിടാതെ അതിലേക്ക് മുന്നോട്ട് കടന്നു വന്നിരിക്കണം. ഇനിയും ആളുകൾ പുറത്ത് നിൽക്കുകയാണ്, ഇരിക്കാൻ പുറകിൽ കസേരകളില്ല. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് ഒന്ന് മുന്നോട്ട് കടന്നു വന്നിരിക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. എല്ലാവരും ഒന്ന് കടന്നു വന്നാട്ടെ, മടി വിചാരിക്കാതെ എല്ലാവരും ഒന്ന് എഴുന്നേറ്റാട്ടെ. ഒഴിഞ്ഞ കസേരകളിലേക്കൊന്ന് കയറിയിരിക്കാം. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് വെച്ചിരിക്കുക. അപ്പോഴേ ഇരിക്കാൻ, കയറാൻ, ആ ഗ്യാപ്പിൽ കയറാൻ സ്പേസ് കിട്ടത്തുള്ളൂ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റാട്ടെ. ഇരിക്കുന്ന സീറ്റിൽ നിന്ന് എല്ലാവരും ഒന്ന് എഴുന്നേറ്റിട്ട് ഇരിക്കാം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മളിന്ന് രാവിലെ മുതൽ അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജുകൾ അഭിഷിക്ത ദാസന്മാരിലൂടെ കേൾപ്പാൻ ദൈവം നമ്മളെ ഇടയാക്കി. കഴിഞ്ഞ 2 ദിവസവും ഈ പകൽക്കാലവും നമ്മളെ കേൾപ്പിച്ച വചനത്തിലൂടെ നമ്മുടെ കുടുംബത്തിന് വേണ്ടി പോരാടുവാൻ ദൈവം നമ്മളെ ആഹ്വാനം ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ശക്തീകരിച്ചുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നമുക്കറിയാം, ഹല്ലേലൂയ, ഈ പോര് എന്ന് പറയുമ്പോൾ ലോകത്തിലുള്ള ഒരു മനുഷ്യർക്കും നമ്മൾ പറയുന്ന ഈ പോരിനെ കാണാനോ മനസ്സിലാക്കാനോ കഴിവില്ല. കാരണം ഹല്ലേലൂയ, ഇത് ആത്മീകമായ ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പോരാടുന്ന നമ്മുടെ എതിരാളിയെ കാണുവാൻ ലോകമനുഷ്യർക്ക് കാണാതിരിക്കുമ്പോൾ അതിനെ കാഴ്ചയിൽ കൊണ്ടുവന്ന് ആ ദുഷ്ടശക്തിയെ അതിനെ പോരാടി ജയിക്കുവാനുള്ള കൃപ നമുക്ക് തരുമ്പോൾ ദൈവവചനം പറയുന്നു, നമ്മുടെ പോരിൻ്റെ ആയുധങ്ങളോ അത് ജഡീകങ്ങളല്ല, അത് കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധി ശക്തിയുള്ളവയാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒരിക്കൽ കൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. തുടർന്ന് നമ്മളിന്ന് ഈ ശുശ്രൂഷയിലേക്ക് കടക്കുമ്പോൾ ഇന്ന് നമ്മുടെ മധ്യേ വചനം ശുശ്രൂഷിക്കുന്നത് നമുക്കെല്ലാവർക്കും സുപരിചിതനായ, പലപ്പോഴും ഫേസ് സിറ്റി സഭയിൽ കടന്നു വന്ന് അനുഗ്രഹിക്കപ്പെട്ട ദൂതുകളും ആലോചനകളും ഉപവാസ പ്രാർത്ഥനകളിലും മറ്റ് സൺഡേ വർഷിപ്പുകളിലും നമ്മളെ അനുഗ്രഹിച്ച് സഹായിച്ചിട്ടുള്ള കർത്താവിൻ്റെ ദാസൻ ഡോക്ടർ ഷിബു കെ മാത്യു അവർകളാണ്. ഈ കർത്താവിൻ്റെ ദാസനെ നിങ്ങളുടെ ഏവരുടെ പേരിലും, പ്രത്യേകാൽ ഫേസ് സിറ്റി ചർച്ച് കളമശ്ശേരി മറ്റ് ബ്രാഞ്ച് സഭകൾ, പ്രത്യേകാൽ ഓരോ വ്യക്തികളുടെ പേരിലും ഇവിടെ കടന്നു വന്നിരിക്കുന്ന നാം ഓരോരുത്തരുടെ പേരിലും കർത്താവിൻ്റെ ദാസനെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസനെക്കുറിച്ച് ഒരു വാക്കിൽ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. കർത്താവിൻ്റെ ദാസൻ നമുക്കെല്ലാവരും നാം അംഗങ്ങളായിരിക്കുന്ന ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ കേരള സ്റ്റേറ്റിൻ്റെ എഡ്യൂക്കേഷണൽ ഡയറക്ടറായിട്ട് സേവനമനുഷ്ഠിച്ചു കൊണ്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ ദാസനെ മറ്റു രൂപത്തിൽ പരിചയപ്പെടുത്തിയാൽ നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായിരുന്ന നമ്മുടെ ചർച്ച് ഓഫ് ഗോഡ് കേരള സ്റ്റേറ്റിൻ്റെ ഓവർസിയറായി അനേക വർഷങ്ങൾ സേവനം ചെയ്ത കർത്താവിൻ്റെ ദാസൻ റവറൻ എം കുഞ്ഞപ്പി അവരുടെ മകനും കൂടി ആകയാൽ കർത്താവിൻ്റെ ദാസൻ്റെ ആ പാരമ്പര്യത്തെയും കർത്താവിൻ്റെ വേലയിൽ ധാരാളമായി കേരളത്തിൽ കൺവെൻഷൻ പ്രസംഗങ്ങളിലൂടെയും വിവിധ രാജ്യങ്ങളെല്ലാം പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നവർക്കും കർത്താവിനെ സ്തുതിക്കുകയാണ്. കർത്താവിൻ്റെ ദാസനെ ഇന്നത്തെ ഈ ഈവനിങ് മെസ്സേജ്, നമ്മുടെ അവസാനത്തെ ഈവനിങ് മെസ്സേജിലേക്ക് കർത്താവ് നൽകിയതിനായി നമുക്കൊരിക്കൽ കൂടെ നമ്മുടെ ദൈവത്തിന് കരങ്ങൾ ഉയർത്തി സ്തോത്രം കരയറ്റാം. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള ശുശ്രൂഷയിലേക്ക് കർത്താവിൻ്റെ ദാസനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ദൈവത്തിന് മഹത്വം. എനിക്കേറ്റവും പ്രിയപ്പെട്ട ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാർ, വിശേഷാൽ അനുഗ്രഹീതരായ വിശ്വാസ സമൂഹം,
ഏവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഈ വൈകിയ സമയം അറിയിക്കുന്നു. വിശേഷാൽ ഇന്ന് ഈ സെഷൻ ലീഡ് ചെയ്യുന്ന, അതിനെ കൺട്രോൾ ചെയ്യുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ വില്യം ലൂയിസ് അവറുകൾ, ഈ സ്റ്റേജിൽ സന്നിഹിതരായിരിക്കുന്ന അനുഗ്രഹീതരായ ദൈവദാസന്മാർ, ഈ സദസ്സിൽ ഫെയ്ത്ത് സിറ്റി ചർച്ചിനോടുള്ള ബന്ധത്തിൽ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുകയും പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്ന അനുഗ്രഹീതരായ ദൈവദാസന്മാർ, വിവിധ സഭകൾക്ക്, ബ്രാഞ്ച് സഭകൾക്ക് നേതൃത്വം കൊടുക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർ, കൂടാതെ ഞാൻ ക്രിസ്തുവിൽ വളരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഫെയ്ത്ത് സിറ്റി സഭയുടെ സീനിയർ ശുശ്രൂഷകനായി വളരെ സ്തുത്യർഹമായി സേവനമനുഷ്ഠിക്കുന്ന പ്രിയ ബാബു ജോൺ പാസ്റ്റർ അവറുകൾ, ഡോക്ടർ സിനി ജോയ്സ് മാത്യു ഉൾപ്പെടെ എനിക്ക് വളരെ പ്രിയങ്കരായ ഒത്തിരി ദൈവദാസന്മാരുടെ മുഖങ്ങൾ ഞാനിവിടെ കാണുന്നു. ഒരുമിച്ച് ഇങ്ങനെ ആയിരിക്കാൻ കർത്താവ് ഒരുക്കിയ അവസരം വളരെ ശ്രേഷ്ഠമായി കരുതുന്നു. എനിക്ക് വളരെ പ്രിയമുള്ള പലരും ഇന്ന് രാത്രിയിൽ ഈ ഫെസ്റ്റിവലിൻ്റെ സമാപന ഈ സമ്മേളനത്തിൽ ഇവിടെയുണ്ട്. എല്ലാവർക്കും എൻ്റെ ക്രിസ്തീയ വന്ദനം ഞാൻ ഒരിക്കൽ കൂടി അറിയിക്കുന്നു. എല്ലാവരും സന്തോഷമുള്ളവരായിരിക്കുന്നു. സന്തോഷമില്ലാതായി വന്നെങ്കിൽ ഈ അവസാന സെഷൻ വരുമ്പോഴത്തേന് സന്തോഷം കൊണ്ട് നമ്മുടെ ഹൃദയമൊക്കെ തുള്ളണം. പ്രൈസ് ദി ലോർഡ്. കാരണം ഇത്രയും ദിവസങ്ങൾ, ഈ മണിക്കൂറുകളൊക്കെ ഏറ്റവും ശ്രേഷ്ഠമേറിയ ആത്മീക അന്തരീക്ഷത്തിലായിരിക്കാൻ കർത്താവ് എല്ലാവർക്കും കൃപ ചെയ്തു. ഫെയ്ത്ത് സിറ്റി സഭയോടുള്ള ബന്ധത്തിൽ നടക്കുന്ന ഈ പ്രോഗ്രാമിൽ ഞാൻ ഈ സ്റ്റേജിൽ നിൽക്കുമ്പോൾ എല്ലാമായിരുന്ന നിത്യതയിൽ വിശ്രമിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ PR ബേബി സാറിനെ ഞാൻ സ്മരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിൻ്റെ ആലോചനകളും അദ്ദേഹത്തിൻ്റെ ശബ്ദങ്ങളും ഒന്നും പാഴായി പോയിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ മഹാസമ്മേളനം. പ്രൈസ് ദി ലോർഡ്. ആയിരങ്ങളെ, പതിനായിരങ്ങളെ ക്രിസ്തുവിങ്കിലേക്ക് ആനയിക്കുവാൻ ആ വിലപ്പെട്ട ദൈവദാസനെ ദൈവം ഉപയോഗിച്ച വിധങ്ങളെയൊക്കെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ ഈ ഫെസ്റ്റിവലിൻ്റെ, ഫാമിലി ഫെസ്റ്റിൻ്റെ ഈ സമാപന സെഷനിൽ അല്പസമയം നിങ്ങളോടൊപ്പം ഇങ്ങനെ ആയിരിക്കുവാൻ എന്നെ ക്ഷണിക്കുകയും അവസരമൊരുക്കി തരികയും ചെയ്ത പ്രിയ ബാബു സാറിനോടും ഇവിടെയുള്ള ഉത്തരവാദിത്തപ്പെട്ട ദൈവദാസന്മാരോടും എൻ്റെ പ്രത്യേകാലുള്ള നന്ദി ഇത്തരണത്തിൽ ഞാൻ അറിയിക്കുന്നു. ചെറിയൊരു പുഞ്ചിരിയോടൊക്കെ ഇന്ന് രാത്രിയിലിരിക്കുന്നത് നല്ലതാണ്. ഞാൻ ചിലരുടെയൊക്കെ മുഖം നോക്കിയിട്ട് ചിരിച്ചിട്ട് വർഷങ്ങളായതുപോലെയൊക്കെ എനിക്ക് തോന്നുകയാണ്. എനിക്കറിയത്തില്ല എന്താന്ന്. പ്രൈസ് ദി ലോർഡ്. ചിരിക്കാൻ മറന്നു പോയതുപോലെയൊക്കെ ഇരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആരെങ്കിലും ചിരിക്കാൻ മറന്നു പോവുകയോ ചിരിച്ചിട്ട് വർഷങ്ങളായതുപോലെയൊക്കെയുള്ള അനുഭവത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഫെസ്റ്റിവൽ അവസാനിക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മുഖത്ത് നഷ്ടപ്പെട്ട ചില പുഞ്ചിരികൾ, പ്രൈസ് ദി ലോർഡ്, നഷ്ടപ്പെട്ട ചില സന്തോഷങ്ങൾ നമ്മുടെ ഹൃദയത്തിനകത്ത് പരിശുദ്ധാത്മാവ് മടക്കി തരട്ടെ എന്ന് ഞാൻ വിശേഷാൽ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇതൊരു കുടുംബ സംഗമമാണല്ലോ, ഫെയ്ത്ത് സിറ്റി ചർച്ചിൻ്റെ കുടുംബ സംഗമമാണല്ലോ. അതുകൊണ്ട് ഞാൻ പ്രധാനമായും ആ മേഖലയിൽ തന്നെ ഊന്നി നിന്ന് സംസാരിക്കുവാനാണ് ഇന്ന് ഇവിടെ ആഗ്രഹിക്കുന്നത്. എനിക്ക് അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ ആലപിച്ച എൻ്റെ പ്രിയ സഹോദരങ്ങൾ എല്ലാവർക്കും എൻ്റെ വന്ദനം അറിയിക്കുന്നു. വളരെ മനോഹരമേറിയ തീം സോങ് എല്ലാം ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഒരു കുടുംബ സംഗമം അല്ലെങ്കിൽ ഫാമിലി ഫെസ്റ്റിവൽ എന്നുള്ള പ്രോഗ്രാമായിട്ടാണല്ലോ ഈ ക്യാമ്പ് ദൈവസഭ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. അതിനോടുള്ള ബന്ധത്തിലാണ് നമ്മളെല്ലാവരും ആയിരിക്കുന്നത്. പ്രാരംഭമായ ഒരു വേദഭാഗത്തിലേക്ക് ഞാൻ എല്ലാവരുടെയും ശ്രദ്ധയൊന്ന് തിരിക്കാം. ചില വാക്യങ്ങൾ നമ്മളൊന്ന് കടന്നു പോകും. അല്പം വേഗത്തിൽ ആ വാക്യങ്ങളിലേക്ക് നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധ ഒന്ന് തിരിച്ച് പോകുന്നത് ഏറ്റവും ഉചിതമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഒരു കുറിവാക്യം നമുക്കങ്ങ് വായിക്കാം. എഫേസ്യ ലേഖനം, പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. എഫേഷ്യൻസ്. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. മതി. പ്രൈസ് ദി ലോർഡ്. ക്യാമ്പിൻ്റെ അവസാന സെഷൻ നാളെ വിശുദ്ധി ആരാധനയെ പാസ്റ്ററിനോട് പറഞ്ഞ് നാളെ വിശുദ്ധി ആരാധനയും തിരുമേശയുമാണ്. ഈ ഫാമിലി ഫെസ്റ്റിവലിൻ്റെ അവസാന സെഷനിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്ന ദൂത, ഫൈനലി ബി സ്ട്രോങ് ഇൻ ക്രൈസ്റ്റ് ആൻഡ് ഇൻ ഹിസ് മൈറ്റ്. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. പ്രൈസ് ദി ലോർഡ്.
കുടുംബം എന്നുള്ളതൊരു ദൈവിക പദ്ധതിയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഏദനിൽ ഒത്തിരി സൃഷ്ടിപ്പ് ദൈവം നടത്തി. മൃഗങ്ങളെ സൃഷ്ടിച്ചു, കടലിൽ വാഴാൻ മത്സ്യങ്ങളെ സൃഷ്ടിച്ചു, ആകാശത്ത് പറക്കുവാൻ പറവകളെ സൃഷ്ടിച്ചു, കരയിൽ വാഴാൻ മൃഗങ്ങളെ സൃഷ്ടിച്ചു. തൻ്റെ സകല സൃഷ്ടികളും കണ്ടതിന് ശേഷം യഹോവയായ ദൈവത്തിനൊരു പോരായ്മ മനസ്സിലായി. ഈ സൃഷ്ടിക്കുള്ള പോരായ്മ എല്ലാമുണ്ട്, ഓടുന്നുണ്ട്, ചാടുന്നുണ്ട്, ആഹാരം കഴിക്കുന്നുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ ആ സൃഷ്ടിക്കുള്ള പ്രധാന പോരായ്മ സൃഷ്ടിതാവിന് മനസ്സിലായി. എന്താ പോരായ്മ? സൃഷ്ടിതാവിനെ തിരിച്ചറിയാൻ കഴിയുന്നില്ല, സൃഷ്ടിതാവിനെ മനസ്സിലാകുന്നില്ല, സൃഷ്ടിതാവിനെ അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ആക്ടിവിറ്റീസ് എല്ലാം ഉണ്ട്, പക്ഷേ സൃഷ്ടിതാവിനെ തിരിച്ചറിയുന്നില്ല. തൻ്റെ സൃഷ്ടികളുടെ സകല പോരായ്മകളും മനസ്സിലാക്കിയ ദൈവം പോരായ്മകളെ നികത്തി സൃഷ്ടിപ്പിൻ്റെ 6-ാം ദിവസം തൻ്റെ സൃഷ്ടിയിൽ വെച്ച് ഏറ്റവും മനോഹരമേറിയതും ശ്രേഷ്ഠമേറിയതുമായ ഒരു സൃഷ്ടിപ്പ് വലിയവനായി ദൈവം നടത്തി. ആ സൃഷ്ടിപ്പാണ് മനുഷ്യ സൃഷ്ടി. പ്രൈസ് ദി ലോർഡ്. ദൈവം സൃഷ്ടിച്ചു. പ്രൈസ് ദി ലോർഡ്. തൻ്റെ സാദൃശ്യത്തിലും തൻ്റെ സ്വരൂപത്തിലും തന്നേക്കാൾ അല്പം മാത്രം താഴ്ത്തി യഹോവയായ ദൈവം ആദ്യത്തെ മനുഷ്യനെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചു. ആ മനുഷ്യനെ യഹോവയായ ദൈവം വീക്ഷിച്ചപ്പോൾ യഹോവയ്ക്ക് ഉണ്ടായ ഏറ്റവും വലിയൊരു തിരിച്ചറിവായിരുന്നു ആ സൃഷ്ടിതാവിനുണ്ടായ ഒരു തിരിച്ചറിവ്. എന്താ തിരിച്ചറിവ്? മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. പ്രൈസ് ദി ലോർഡ്. ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു സർജറി ഏദനിൽ യഹോവയായ ദൈവം ക്രമീകരിച്ചു. ആ സർജറിയെ കുറിച്ചൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. മനുഷ്യൻ്റെ വാരിയൽ ഒന്നെടുത്ത് ഏറ്റവും സുന്ദരമായ ഒരു സ്ത്രീയെ ഈ ഭൂമിയിൽ യഹോവയായ ദൈവം സൃഷ്ടിച്ച് ഏദനിൽ അവരെ ഒരുമിച്ച് ആക്കി. പ്രൈസ് ദി ലോർഡ്. അതുവരെ നമുക്കെല്ലാവർക്കും ക്ലിയറാണ്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ എപ്പോഴും നമ്മൾ ഓർക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട വസ്തുതയുണ്ട് പ്രിയമുള്ളവരെ. ദൈവം ഒരു പദ്ധതി നമുക്ക് വേണ്ടി ആസൂത്രണം ചെയ്താൽ, സ്വർഗം ഒരു പദ്ധതി നമുക്ക് വേണ്ടി ഒരുക്കിയാൽ, സ്വർഗം ഒരുക്കിയ അല്ലെങ്കിൽ സ്വർഗം ആസൂത്രണം ചെയ്ത പദ്ധതിയുടെ മേൽ കണ്ണുവെച്ച് അതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരന്ധകാര ശക്തി ഭൂമിയുടെ ഉൽപ്പത്തി മുതൽ ഈ നിമിഷം വരെ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഏദനിൽ ആരംഭിച്ചതാ. പ്രൈസ് ദി ലോർഡ്. 20-ാം നൂറ്റാണ്ടിലോ 2024-ലോ തുടങ്ങിയതല്ല, ഏദനിൽ ആരംഭിച്ച ഒരു പ്രതിസന്ധിയാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്കെല്ലാവർക്കും ചരിത്രം അറിയാം. യഹോവയായ ദൈവം അവരോട് വാഴാനാ പറഞ്ഞത്. ഇതെല്ലാം നിങ്ങൾക്കുള്ളതാണ്, നിങ്ങൾ വാഴ്. കടലിലും കരയിലും ആകാശത്തിലുമുള്ള സകലതും നിങ്ങൾക്കുള്ളതാ, നിങ്ങൾ അതിൻ്റെ മേൽ വാഴാൻ പറഞ്ഞിട്ട് യഹോവയായ ദൈവം അവരോട് പറഞ്ഞു, നാളെ വെയിലാറുമ്പോൾ ഞാൻ നിങ്ങളെ കാണാൻ വരാം എന്നും വരുന്നത് പോലെ. അപ്പോൾ നമുക്ക് വീണ്ടും സംസാരിക്കാം. എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ എന്നോട് പറയണം. സുഹൃത്തുക്കളെ പോലെയാ, വളരെ അടുത്ത ബന്ധമായിരുന്നു സൃഷ്ടിതാവും മനുഷ്യനും തമ്മിലൊന്നും ഉണ്ടായിരുന്നത്. നാളെ വരാം എന്ന് പറഞ്ഞ യഹോവയായ ദൈവം അവരെ വിട്ട് സ്വർഗ മഹോന്നതികളിലേക്ക് കടന്നുപോയി കാണും. എന്നാൽ അതിനുശേഷം നടന്ന ഒരു സംഭവം ഞാൻ പറയുന്നത് ഇപ്രകാരമാണ്. ഒരു 24 മണിക്കൂറിനകം, നോക്കുക പ്രിയമുള്ളവരെ, 24 മണിക്കൂർ എന്നൊരു സമയം ഞാൻ പറയുന്നത് 12 മണിക്കൂറാകാം, 10 മണിക്കൂറാകാം, 6 മണിക്കൂറാകാം. എനിവേ മാക്സിമം പോയാൽ നേരത്തോട് നേരം എന്നൊക്കെ പറയുമ്പോൾ അടുത്ത 12 മണി അല്ലെങ്കിൽ 24 മണിക്കൂറിനകം ഏദനിൽ സംഭവിച്ച ഏറ്റവും വലിയ തകർച്ചയുടെ അനുഭവം, ട്രാജഡി നമുക്കെല്ലാവർക്കും വേദപുസ്തകത്തിൽ അറിയാം. എന്താ ഏദനിൽ സംഭവിച്ചത്? യഹോവയായ ദൈവം പോയതിനു ശേഷം മടങ്ങി വരുന്ന ആ സമയത്തിനുള്ളിൽ, പ്രൈസ് ദി ലോർഡ്, ആ സമയത്തിനുള്ളിൽ ദുഷ്ടപിശാച് ഏദനിൽ കടന്നു വന്ന് ദൈവത്തിൻ്റെ ആദ്യ സൃഷ്ടിയെ, ആദ്യ കുടുംബത്തിനെ തൻ്റെ അടിമകളാക്കി മാറ്റി. ആ സംഭവം നമ്മുടെ മുന്നിൽ ഒരു നിഴലായി അല്ലെങ്കിൽ നിൽക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഒരു പൊരുളായി നിൽക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രിയിൽ ഈ ഫാമിലി കോൺഫറൻസിന് ഒരു പ്രസക്തി ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. അന്ന് മുതൽ ഇന്ന് വരെയുള്ള പോരാട്ടം ദൈവത്തിന്, ദൈവ പദ്ധതിക്ക് വിരോധമായി, ദൈവ സൃഷ്ടിക്ക് വിരോധമായി, മാനവകുലത്തിന് വിരോധമായുള്ള പിശാചിൻ്റെ പദ്ധതിയാണ് ഇന്ന് മാനവകുലം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി അല്ലെങ്കിൽ ഭീഷണി എന്ന് പറയുന്നത്. യഹോവയായ ദൈവം, മനുഷ്യൻ പാപം ചെയ്തു, ചെയ്യരുതെന്ന് പറഞ്ഞ് ചെയ്തു, ദൈവത്തിൽ നകന്നു, പിശാചിൻ്റെ അടിമകളായി മാറി. പിറ്റേ ദിവസം വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം ഏദനിൽ വന്നപ്പോൾ എന്നും തന്നെ സ്വീകരിക്കുവാൻ വരേണ്ടുന്ന ഫാമിലി, തന്നെ കൈനീട്ടി സ്വീകരിക്കേണ്ടുന്ന
താൻ സൃഷ്ടിച്ചാക്കിയ കുടുംബം മറഞ്ഞിരിക്കുക. അന്ന് ഏദനിൽ മുഴങ്ങിയ ഒരു ശബ്ദമുണ്ട്, ആദമേ മനുഷ്യ നീ എവിടെ? പ്രൈസ് ദി ലോർഡ്. രണ്ടുപേരും യഹോവയായ ദൈവത്തിൻ്റെ മുന്നിൽ വന്നു. യഹോവയായ ദൈവത്തിൻ്റെ മുന്നിൽ കുറ്റബോധത്തോടെ നിന്നു. ആദം സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ആദമിൻ്റെ സ്വരത്തിനൊരു വ്യത്യാസമുണ്ടായി. ഇന്നലെ വരെ യഹോവയായ ദൈവത്തിൻ്റെ മുന്നിൽ ഹൗവയെ കാണുമ്പോൾ ഒരു പുഞ്ചിരിയും ഒരു സ്നേഹവും ഒരാവേശവും ഒക്കെ ഉണ്ടായിരുന്നു. അടുത്ത സ്നേഹമായിരുന്നു. വിളിച്ച പേരുകൾ വളരെ മനോഹരമേറിയ പേരുകളായിരുന്നു. കേൾക്കാൻ കൊതിക്കുന്ന ഇമ്പമുള്ള ശബ്ദമായിരുന്നു. എന്നാൽ പിറ്റേ ദിവസം യഹോവയായ ദൈവത്തിൻ്റെ മുന്നിൽ രണ്ടുപേരും കുറ്റം ചെയ്തിട്ട് വന്നു നിന്നപ്പോൾ ആദം ഹൗവയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നൊരു വാചകം ഉൽപ്പത്തി പുസ്തകത്തിലുണ്ട്. അതെന്നെ ഒത്തിരി ചിന്തിപ്പിച്ച വാചകമാണ്. 24 മണിക്കൂറിനുള്ളിൽ ശബ്ദം മാറി, സ്വഭാവം മാറി, ഇടപെടൽ മാറി, രീതി മാറി. ദൈവത്തിൻ്റെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ആദാം ഏദനിൽ ഗർജിച്ച ഒരു ശബ്ദമുണ്ട്. എന്താണെന്നറിയാമോ? നീ എന്നോടുകൂടെ ഇരിപ്പാൻ തന്ന ഈ സ്ത്രീ മുഖാന്തരം ഇതൊക്കെ സംഭവിച്ചു. നോക്കുക, പോയ പോക്ക് നോക്കിക്കേ. ഒരൊറ്റ അല്ലെങ്കിൽ മണിക്കൂറുകൾ കൊണ്ട് സ്നേഹത്തിന് അവിടെ വ്യത്യാസം സംഭവിച്ചു, കരുതലിന് വ്യത്യാസം സംഭവിച്ചു. വളരെ അവർ മാനസികമായിട്ടകന്നു. ഇന്നും ആ ദുഷ്ടപ്പോര് അന്തരീക്ഷത്തിൽ വ്യാപരിക്കുന്നുണ്ട്. ഇന്ന് രാത്രിയിൽ അതുകൊണ്ട് നമ്മൾ വായിച്ച കുറിവാക്യം നമ്മുടെ ഉള്ളിൽ സംഗ്രഹിച്ചുകൊണ്ട് നമുക്കല്പം മുന്നോട്ട് വേഗത്തിൽ പോകാം. ഉൽപ്പത്തി മുതൽ, ആദി മുതൽ ഇന്ന് വരെ മാനവകുലം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത്, ദൈവത്തോട് അടുക്കുവാൻ ഒരുവൻ തീരുമാനമെടുത്താൽ അവനെ പൂർവാധികം ശക്തിയോടെ പുറകോട്ട് തള്ളുന്ന ഒരന്ധകാര ശക്തി നമ്മുടെ ഇടയിലുണ്ട്, സമൂഹത്തിലുണ്ട്. അവൻ്റെ പദ്ധതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കുടുംബങ്ങളെ തകർക്കുക, ശിഥിലമാക്കുക, തലമുറകളെ അകറ്റുക, ബന്ധങ്ങളെ മുറിച്ചു കളയുക, സന്തോഷത്തെ കെടുത്തിക്കളയുക. അങ്ങനെയുള്ള വ്യാപകമായ പ്രതിസന്ധികൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ദുഷ്ടപിശാച് ഉയർത്തി നിൽക്കുമ്പോൾ, ഫെയ്ത്ത് സിറ്റി ദൈവസഭയിലുള്ള ദൈവമക്കളെ, ഇന്ന് രാത്രിയിൽ പിശാചിന്റെ ചില തന്ത്രങ്ങളെ ജയിച്ച് ജയഭേരി ഞാനും നിങ്ങളും മുഴക്കുന്ന രാത്രിയായി തീരട്ടെ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഇടയിൽ ഇന്ന് രാത്രിയിൽ പിശാചിന്റെ ചില തന്ത്രങ്ങളുടെ മേൽ, പിശാചിന്റെ ചില പദ്ധതികളെ പൊളിച്ചു കളഞ്ഞ് ജയമെടുക്കുന്ന ഒരു രാത്രിയായി തീരട്ടെ. വിശ്വസിക്കുന്നവർ ചേർന്ന് കർത്താവിനൊന്ന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ജയിലിൽ കിടന്നുകൊണ്ട് പൗലോസ് എഴുതുന്ന ലേഖനമാണ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം. കാരാഗൃഹത്തിൽ കിടന്നുകൊണ്ട് പൗലോസ് സ്ലീഹ പല വെളിപ്പാടുകൾ കണ്ടു. വെളിപ്പാടുകൾ കണ്ടതിനെ ആസ്പദമാക്കിയാണ് എഫേസ് ലേഖനം പൗലോസ് എഴുതുവാൻ ആരംഭിക്കുന്നത്. ചില വാക്യങ്ങളിലേക്ക് വളരെ വേഗം നമ്മുടെ ശ്രദ്ധയൊന്ന് കൊണ്ടുവരാം. ഞാൻ തന്നെ വേണമെങ്കിൽ ഓടിച്ചു വായിക്കാം. നിങ്ങൾ എടുത്ത് വായിക്കുമ്പോഴേക്ക് സമയം പോകുമോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. എഫേസ് ലേഖനം 5-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, എഫേസ് ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു. ആകയാൽ പ്രിയമക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിക്കുവീൻ. ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചു, നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടക്കുവീൻ. 9-ാം വാക്യം, കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവീൻ. 14-ാമത്തെ വാക്യം, അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്നു മരിച്ചവരുടെ നിന്ന് എഴുന്നേൽക്കുക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. 16-ാമത്തെ വാക്യം, ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവീൻ. 17-ാമത്തെ വാക്യം, ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ച് കൊള്ളുവീൻ. 19-ാമത്തെ വാക്യം, ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്യുവീൻ. 20-ാമത്തെ വാക്യം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളുവീൻ. ഇങ്ങനെയുള്ള യേശുക്രിസ്തുവിനെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ദൈവസഭയുടെ തിയോളജിക്കലായിട്ടുള്ള, അല്ലെങ്കിൽ ദൈവത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള, അല്ലെങ്കിൽ പുത്രനായ യേശുക്രിസ്തുവിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള, നമ്മുടെ വിശ്വാസ ജീവിതത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള, വേർപെട്ട ജീവിതത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള നീണ്ട 10-15 വാക്യങ്ങൾ 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 20 വരെയുള്ള ഭാഗത്ത് പൗലോസ് ശ്ലീഹ എഴുതിയതിന് ശേഷം അതിൻ്റെ 22-ാമത്തെ വാക്യത്തിലേക്ക് പൗലോസ് ജമ്പ് ചെയ്യുക. താൻ ഇതുവരെ പറഞ്ഞ
വിഷയവുമായി ഒരു ബന്ധവുമില്ലാത്ത മറ്റൊരു മേഖലയിലേക്ക് പൗലോസ്ലീഹ ചുവട് വെക്കുകയാണ്. 22-ാമത്തെ വാക്യം നമുക്കെല്ലാവർക്കും അറിയാം. എല്ലാവരും ചേർന്നൊന്ന് പറഞ്ഞാട്ടെ, ഭാര്യമാരെ. പ്രൈസ് ദി ലോർഡ്. തീർന്നില്ല. അതിൻ്റെ താഴോട്ട് വരുമ്പോൾ, അടുത്ത ഭാഗത്ത് വരുമ്പോൾ 25-ാമത്തെ വാക്യം, ഭർത്താക്കന്മാരെ. തീർന്നില്ല. 6:1 വരുമ്പോൾ മക്കളെ. തീർന്നില്ല പ്രിയമുള്ളവരെ. 6:5 വരുമ്പോൾ ദാസന്മാരെ, യജമാനന്മാരെ തുടങ്ങിയുള്ള പദങ്ങൾ പൗലോസ്ലീഹ അവിടെ ഉപയോഗിക്കുന്നു. ശ്രദ്ധിക്കുക, എഫേസോസിലുള്ള ദൈവസഭ പൗലോസ് സ്ഥാപിച്ച സഭയാണ്. ഏകദേശം 3 വർഷത്തോളം എഫേസോസ് എന്ന് പറയുന്ന പട്ടണത്തിൽ തൻ്റെ തിരക്കുകൾ മാറ്റിവെച്ചിട്ട് താൻ അവിടെ പൂർണ്ണ സമയം താമസിച്ച് ആരംഭിച്ച വേലയാണ് എഫേസോസിലുള്ള ദൈവസഭ. ഒരു സഭയല്ല, പല ബ്രാഞ്ച് സഭകൾ ഈ പ്രധാന സഭയ്ക്കുണ്ടായിരുന്നു. എഫേസോസ് എന്ന് പറയുന്നത് ഒരു പ്രവിശ്യയാണ്. അവിടെ എല്ലായിടത്തും പല സഭകൾ പൗലോസിൻ്റെ 3 വർഷത്തെ താമസവും പ്രവർത്തനങ്ങളും മുഖാന്തരം സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. താൻ ജയിലിൽ കിടക്കുമ്പോൾ താൻ സ്ഥാപിച്ച സഭകളെ ഓർത്ത് ഇടിവ് നിൽക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം ഈ ദൈവദാസനുണ്ടായിരുന്നു. താൻ ജയിലിൽ കിടക്കുകയും പ്രാർത്ഥിക്കുകയും ഇടിവ് നിൽക്കുകയും ചെയ്തപ്പോൾ തൻ്റെ മുന്നിൽ വെളിപ്പെട്ട ഒരു ദുഷ്ടശക്തിയുണ്ട്. തനിക്ക് ആ ശക്തിയെ മുൻപരിചയമുണ്ട്. കാരണം താൻ ഇവിടെ പ്രവർത്തിച്ച വ്യക്തിയാണ്. ഇവിടെ പ്രവർത്തിച്ച് സഭയ്ക്ക് അടിസ്ഥാനമിട്ട വ്യക്തിയായതുകൊണ്ട് ദേശത്തെ അടക്കി വാഴുന്ന, സഭകളെ നോട്ടമിട്ടിരിക്കുന്ന ദുഷ്ടശക്തിയെ തനിക്ക് നല്ലതുപോലെ അറിയാം. തനിക്ക് നല്ലതുപോലെ അറിയാവുന്നത് കൊണ്ട് ദൈവസഭയ്ക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഭയുടെ യഥാർത്ഥ സ്ഥിതിയെ പൗലോസിന്റെ മുന്നിൽ വരച്ചു കാട്ടി. പ്രൈസ് ദി ലോർഡ്. വരച്ചു കാട്ടി. നീ ഉദ്ദേശിക്കുന്നത് പോലെ സ്മൂത്ത് ആയിട്ടുള്ള റണ്ണിങ് അല്ല ഇപ്പോൾ സഭയ്ക്കുള്ളത്. സ്മൂത്ത് ആയിട്ടല്ല സഭ മുന്നോട്ട് പോകുന്നത്. സ്മൂത്ത് ആയിട്ടുള്ള ആത്മീക ആരാധനയല്ല നടക്കുന്നത്. ഇങ്ങനെ സഭയുടെ ആത്മീക വിഷയങ്ങളിലെ തകർച്ചകളെ പൗലോസിന്റെ മുമ്പാകെ പരിശുദ്ധാത്മാവ് തുറന്നു കാട്ടിയപ്പോൾ ഇതിനുള്ള യഥാർത്ഥ കാരണം കർത്താവിൻ്റെ ദാസൻ അറിയാവുന്നതുപോലെ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയതുപോലെ, എഫേസോസ് എന്ന പട്ടണത്തെ അടക്കി വാഴുന്ന ഒരന്ധകാര ശക്തി ഉണ്ടായിരുന്നു. ആ ശക്തിയുടെ പേര് നിങ്ങൾക്കറിയാം. ആ ശക്തി ഇങ്ങനെയാണ് അറിയപ്പെടുന്നത്. അർത്തമീസ് എന്നുള്ള പേരിനാൽ അറിയപ്പെടുന്ന ഒരു ദേവത, അല്ലെങ്കിൽ ഡയാന എന്ന് മറുപേരുള്ള ഈ ദേവത ഈ പട്ടണത്തെ അടയ്ക്കുവാണുകൊണ്ടിരിക്കുക. അപ്പോൾ സഭകളുടെ ആത്മീക വിഷയങ്ങളെക്കുറിച്ച് പരിശുദ്ധാത്മാവ് വെളിപ്പാടിൽ കർത്താവിൻ്റെ ദാസനെ കാണിച്ചപ്പോൾ സഭ നേരിടുന്ന തകർച്ചകളെക്കുറിച്ച് ഈ ദൈവദാസന് ബോധ്യപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. സാധാരണ നമ്മൾ വിവാഹങ്ങളിലാണ് ഇങ്ങനെയുള്ള ഭാഗങ്ങൾ വായിച്ച് കേൾക്കുന്നത്. വിവാഹങ്ങളിൽ നമ്മൾ കേൾക്കും. അല്ല, ഞാനൊരു കാര്യം തുറന്നു പറയാം, ഒരു കല്യാണത്തെയും ഉദ്ദേശിച്ചല്ല പൗലോസ്ലീഹ ഈ വേദഭാഗങ്ങൾ എഴുതിയത്. 5:22 മുതൽ കല്യാണങ്ങൾ നടക്കുമ്പോൾ നിങ്ങൾ അവിടെ വായിക്കണം, അതിൽ ഊന്നി നിന്ന് പ്രസംഗിക്കണം എന്നുള്ള ആശയത്തിൽ എഴുതിയ ഭാഗങ്ങളല്ല. സഭയുടെ ആത്മീക വിഷയത്തെ കർത്താവിൻ്റെ ദാസൻ വിശകലനം ചെയ്തപ്പോൾ വെളിപ്പാടിൽ എഫേസോസ് സഭയെക്കുറിച്ച് ജയിലിൽ, കാരാഗ്രഹത്തിൽ, റോമിൽ തനിക്ക് വെളിപ്പെട്ട ചില സത്യങ്ങളാണ് ഈ ലേഖന ഭാഗത്ത് പൗലോസ്ലീഹ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ അതുകൊണ്ട് ഒന്നുകൂടി അരക്കിട്ടുറപ്പിച്ച് ദൈവമക്കളോട് പറയാം, എൻ്റെയും നിങ്ങളുടെയും ആത്മീകം ശരിയാകണമെങ്കിൽ നമ്മുടെ കുടുംബജീവിതം ശരിയായിരിക്കണം. നമ്മുടെ തലമുറകൾ ആത്മീകത്തിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ അവരുടെ കുടുംബ ബന്ധങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കണം. ഒത്തിരി വിഷയങ്ങൾ എൻ്റെ ഉള്ളിലേക്ക് വരുന്നു. അതുകൊണ്ട് ഞാൻ ഇച്ചിരൂടി വേഗത്തിൽ ഒന്ന് പോകുവാൻ ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി മുതൽ ഇന്നുവരെ പൈശാചിക മണ്ഡലങ്ങൾ നോട്ടമിട്ടിരിക്കുന്ന ഏറ്റവും പ്രധാന മേഖല എന്ന് പറയുന്നത് ദൈവമക്കളുടെ കുടുംബങ്ങളെയാ. പ്രൈസ് ദി ലോർഡ്. അന്നു മുതൽ ഇന്നുവരെ ഒരു ദൈവ പ്രവൃത്തി സ്വർഗം നമുക്ക് വേണ്ടി അയച്ചാൽ ആ ദൈവ പ്രവൃത്തിയെ എങ്ങനെ ശിഥിലമാക്കാം എന്ന് നോക്കുന്ന വിധത്തിൽ വിവിധ പദ്ധതികൾ അന്നു മുതൽ ഇന്നുവരെ ദുഷ്ടശക്തികൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വ്യക്തികൾ ചേരുമ്പോൾ കുടുംബമുണ്ടാകുന്നു. കുടുംബം ചേരുന്നതാണ് ദൈവസഭ. ആ ദൈവസഭ എന്ന് പറയുന്നത് കർത്താവിൻ്റെ ശരീരമാണ്. ഒന്നുകൂടി ഞാൻ പറയാം, വ്യക്തികൾ ചേരുമ്പോൾ കുടുംബമുണ്ടാകുന്നു. ആ കുടുംബമാണ് ദൈവസഭ. ആ ദൈവസഭയാണ്
കർത്താവിൻ്റെ ശരീരം. അപ്പോൾ പിശാച് അടിസ്ഥാനത്തെ തൊടുമ്പോൾ അവൻ പ്രധാനമായും തൊടുന്നത് ഭർത്താവിനെയും ഭാര്യയെയും തലമുറയുമാണ്. പ്രൈസ് ദി ലോർഡ്. അവിടെ തൊട്ടാൽ അവൻ്റെ ആരാധന തീരും. അവിടെ തൊട്ടാൽ അവൻ്റെ വിശ്വാസ ജീവിതം ക്ഷയിക്കും. അവിടെ തൊട്ടാൽ അവൻ ആത്മീകത്തിൽ ബലഹീനനാകും. അതുകൊണ്ട് ഇന്നും രാത്രിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് വ്യക്തമായി സംസാരിക്കുന്നു. ഒടുവിൽ എന്നുള്ള പദം 6:10 ഫൈനലി എന്നുള്ള പദം, അത് നല്ല ജോലിയൊക്കെ ലഭിച്ച് നല്ല ജോലി വരുമാനമൊക്കെ ഉണ്ടായി സുഖമായി ജീവിക്കുന്ന ഒരു സമയമല്ല. ഒന്നുകൂടി പറഞ്ഞാൽ, നമ്മുടെ മക്കളൊക്കെ വിദേശ രാജ്യത്ത് പഠിച്ച് ജോലി നേടി പോകുന്ന ഒരവസരമല്ല. അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സൊക്കെ ഫ്ലറിഷ് ചെയ്ത് നമ്മൾ നല്ല നിലയിൽ മുന്നേറുന്ന ഒരു സമയമല്ല. പരിശുദ്ധാത്മാവ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന സമയം ഒരു ഭാര്യ നമുക്കുള്ളപ്പോൾ, ഒരു ഭർത്താവ് നമുക്കുള്ളപ്പോൾ, അനുഗ്രഹിക്കപ്പെട്ട തലമുറകളെ അവൻ നമുക്ക് ദാനമായി തന്നിരിക്കുമ്പോൾ ഞാനും നിങ്ങളും പ്രധാനമായും ആശ്രയിക്കേണ്ടുന്ന ഒരു ഇടമുണ്ടെങ്കിൽ അത് നമ്മുടെ കർത്താവിൻ്റെ ഇടം മാത്രമാണ്. അങ്ങനെ ആശ്രയിക്കുന്ന ഒരുവരും ലജ്ജിച്ചു പോകാൻ അവൻ സമ്മതിക്കുന്ന ദൈവമല്ല. ഞാനും നിങ്ങളും പ്രതീക്ഷിക്കുന്നതിനേക്കാൾ നമ്മുടെ സമൂഹം ഇന്ന് തകർച്ചയെ നേരിട്ടുകൊണ്ടിരിക്കുക. വിശേഷാൽ കുടുംബങ്ങൾ ഇന്ന് തകർച്ചയെ നേരിട്ടുകൊണ്ടിരിക്കുക. ചില വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഒരു ആഭ്യന്തരമന്ത്രിയുടെ പ്രസ്താവന ഞാൻ ശ്രദ്ധിക്കുവാൻ ഇടയായിത്തീർന്നു. അദ്ദേഹത്തിൻ്റെ പ്രസ്താവന എന്താണെന്നറിയാമോ? കേരളത്തിലെ എല്ലാ പട്ടണങ്ങളിലും അടിയന്തരമായി ഓരോ കുടുംബ കോടതികൾ സ്ഥാപിക്കുവാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എല്ലാ പട്ടണങ്ങളിലും. ഇപ്പോൾ ഒരു ജില്ലയ്ക്കൊന്നും അങ്ങനെയൊക്കെ ഉള്ളൂ. എല്ലാ പട്ടണങ്ങളിലും. അതിന് അദ്ദേഹം താഴെ വിശദീകരണം കൊടുത്തിരിക്കുന്നത്, നമ്മുടെ നാട്ടിലെ കോടതികൾക്ക് പരിഹരിക്കുവാൻ കഴിയാത്ത വിധത്തിൽ കുടുംബ പ്രശ്നങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് കേസുകൾ തീർപ്പാക്കണമെങ്കിൽ എല്ലാ പട്ടണങ്ങളിലും ഒരു ഓരോ കുടുംബ കോടതികൾ സ്ഥാപിക്കേണ്ടുന്ന അടിയന്തര ആവശ്യത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. നോക്കുക പ്രിയമുള്ളവരെ, സമൂഹം ഇന്ന് നമ്മൾ വിചാരിക്കുന്നതിലും വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഫലം എന്താ? ആത്മഹത്യകൾ ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. കുടുംബ ബന്ധങ്ങൾ ഓരോ ദിവസവും ശിഥിലമായിക്കൊണ്ടിരിക്കുന്നു. വളരെ ഗൗരവമുള്ള ഒരു കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും എത്തപ്പെട്ടിരിക്കുന്നു. ഇന്നേക്ക് അനേക വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തുവിൻ്റെ കാൽവറി യാത്രയിൽ മരക്കുരിശും തോളിലേന്തി താൻ ഏന്തിയും വലിഞ്ഞും കാൽവറിയിലേക്ക് വലിഞ്ഞു കയറിക്കൊണ്ടിരിക്കുമ്പോൾ യേശുക്രിസ്തുവിനെ നോക്കി കരഞ്ഞ ചില സഹോദരിമാരെ കുറിച്ച് ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം 27-28 വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. തന്നെ നോക്കി നിലവിളിച്ച് കരഞ്ഞ സഹോദരിമാരെ തൻ്റെ അടുക്കൽ വിളിച്ചിട്ട് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ കാലഘട്ടത്തിന് ആവശ്യമായ ദൂത് അന്ന് യേശു പ്രസംഗിച്ചു. യേശു പറഞ്ഞ വാചകം ഇപ്രകാരമായിരുന്നു: യെരുശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയരുത്, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവീൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയും നിങ്ങളുടെ തലമുറകളുടെ നിലനിൽപ്പിന് വേണ്ടിയും നിങ്ങൾ നിലവിളിച്ച് കരവീൻ. കാൽവറി യാത്രയിൽ ശാരീരിക ക്ലേശങ്ങൾ ഒത്തിരി യേശു അഭിമുഖീകരിക്കേണ്ടി വന്നെങ്കിലും, ഒത്തിരി പ്രതിസന്ധികൾ തൻ്റെ ജീവിതത്തിൽ നേരിടേണ്ടി വന്നാലും, ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വെക്കാതെ യേശു ക്രിസ്തു കുഴഞ്ഞു വീഴേണ്ടി വന്നെങ്കിലും, രക്തം ധാരധാരയായി ഒഴുക്കി ആ യാത്രയിൽ മുഴുവൻ തൻ്റെ ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അന്തരീക്ഷമാണെങ്കിലും ഒരു കൂട്ടം സഹോദരിമാരെ കണ്ടപ്പോൾ ഗൗരവത്തോടെ യേശുനാഥൻ പറഞ്ഞ വാചകം: നിങ്ങളുടെ കുടുംബത്തിന്റെ നിലനിൽപ്പിനും നിങ്ങളുടെ മക്കളുടെ നിലനിൽപ്പിനും വേണ്ടി നിങ്ങൾ നിലവിളിച്ച് കരവീൻ. എല്ലാവരും കർത്താവിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് രാത്രിയിൽ കുടുംബങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന ശക്തിയുള്ള ഒരു സമൂഹം ഫേസ് ഇറ്റ് ദൈവസഭയിൽ എഴുന്നേൽക്കുന്ന രാത്രിയായി തീരട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വേദപുസ്തകം നമ്മൾ പരിശോധിക്കുമ്പോൾ എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ച ചില മാതാക്കളുണ്ട്. ഞാൻ പിതാക്കന്മാരിലേക്കും മക്കളിലേക്കും ഒക്കെ വരാം. പ്രൈസ് ദി ലോർഡ്. ഏറ്റവും അധികം സ്വാധീനിച്ച ഒരു മാതാവുണ്ട്. ആ മാതാവിനെ കുറിച്ച് ഞാൻ തുടക്കത്തിൽ അങ്ങ് പറയാം. അറിയാവുന്ന ഏക ജോലി മണ്ണ് ചുമ്മാൻ മാത്രമേ ആ സ്ത്രീക്ക് അറിയത്തുള്ളൂ. നമ്മുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ മൈക്കാട് പണി. അതാണ് ആ സ്ത്രീക്ക് അറിയാവുന്ന ഏക ജോലി. മണ്ണ് ചുമ്മി കിട്ടും. ഭർത്താവുമുണ്ട്. ഇവർക്ക് രണ്ടുപേർക്കും ഇങ്ങനെയുള്ള പണികൾ മാത്രമേ അറിയത്തുള്ളൂ. ആ സ്ത്രീക്ക് 3 കുഞ്ഞുങ്ങൾ ജനിച്ചു. പ്രൈസ് ദി ലോർഡ്. ഒന്ന് അഹരോൻ, പിന്നെ മിരിയാം, മൂന്നാമത് ജനിച്ചത് മോശ.
മോശ ജനിക്കുമ്പോൾ രാജ്യ നിയമങ്ങൾ മുഴുവൻ ഈ കുടുംബത്തിനെതിരാ. ഇനിയും ഇസ്രായേലിൽ ഒരാൺ സന്തതി ജനിക്കരുതെന്ന് ലോക സാമ്രാജ്യമായ ഈജിപ്തിൻ്റെ ഭരണാധികാരി ഫറവോൻ കൽപ്പന പുറപ്പെടുവിച്ചിരിക്കുമ്പോഴാണ് ഈ വീട്ടിലെ മൂന്നാമത്തെ സന്തതി ജനിക്കുന്നത്. ഒരു ഇസ്രായേലിൻ്റെ വീട്ടിൽ ഒരാൺ സന്തതി ജനിക്കരുതെന്ന് ഫറവോന്യ കൽപ്പന നിലനിൽക്കുന്ന ആ സമയം തനിക്ക് ജനിച്ചത് ഒരാൺകുഞ്ഞാണെങ്കിൽ ഗവൺമെന്റിന്റെ കയ്യിൽ കൊടുക്കണം, അവർ അതിനെ ഇല്ലാതാക്കും. ഇതാണ് സാഹചര്യങ്ങൾ. ഫറവോൻ സൂതി കർമ്മിണികളെയും ചട്ടം കെട്ടിയിട്ടുണ്ട്. എന്നാൽ സൂതി കർമ്മിണികളുടെ കയ്യിൽപ്പെടാതെ, ഫറവോന്റെ പടയാളികളുടെ അറിവിൽപ്പെടാതെ, കൊട്ടാരത്തിന് അറിവ് ലഭിക്കാതെ ഈ സ്ത്രീ ഈ കുഞ്ഞിനെ വളർത്തുവാൻ ആരംഭിച്ചു. അവൾ ചെയ്ത പ്രവൃത്തി നമുക്കെല്ലാവർക്കും അറിയാം. ഇതിനെ വിട്ടുതരികയില്ലെന്ന് ഈ സ്ത്രീ തീരുമാനമെടുക്കുവാനുള്ള കാരണം ദൈവം തന്നതിനെ പിശാചിന് തകർക്കാനുള്ളതല്ല, ദൈവം തന്നതിനെ ഫറവോൻ ഇല്ലാതാക്കാനുള്ളതല്ല, ദൈവം തന്നതിനെ ഫറവോന് മുടിച്ചു കളയാനുള്ളതല്ല എന്ന് വ്യക്തമായി മനസ്സിലാക്കിയ, കല്ലും മണ്ണും ചുമ്മാൻ മാത്രം അറിയാവുന്ന, വിദ്യാഭ്യാസമോ എടുത്തു പറയത്തക്ക ക്വാളിഫിക്കേഷനും ഒന്നുമില്ലാത്ത അവൾക്കറിയാമായിരുന്നു ദൈവം തന്നത് ദൈവത്തിനുള്ളതാ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറയുന്ന, തിരിച്ചറിവുണ്ടെന്ന് പറയുന്ന എന്നെ പോലെ അല്ലെങ്കിൽ നമ്മളെ പോലെയുള്ള പലർക്കും അറിയാത്ത സത്യം കല്ലും മണ്ണും ചുമന്ന ഈ സ്ത്രീക്കറിയാമായിരുന്നു ദൈവം തന്നെങ്കിൽ അത് ദൈവത്തിനുള്ളതാ. പ്രൈസ് ദി ലോർഡ്. ആ കുഞ്ഞിനെ ഒളിച്ചു വെച്ച ചരിത്രമൊക്കെ അറിയാം. പരിധി വിട്ടപ്പോൾ ഈ കുഞ്ഞിനെ അവൾ നൈൽ നദിയിൽ ഉപേക്ഷിക്കുവാൻ വേണ്ടി തീരുമാനിച്ചു. അവൾ ഉപേക്ഷിക്കാൻ വേണ്ടി തീരുമാനിച്ചുവെങ്കിലും അവൻ ഒരു പോറൽ പോലും സംഭവിക്കരുതെന്ന് തീരുമാനിച്ച് ഞാങ്ങണ പെട്ടകത്തിൽ പശയും കീലും തേച്ച് അതിനകത്ത് വെള്ളം കയറാതെ ഈ പെട്ടകം അവൾ കൊണ്ടുവന്ന് ഈ ഞാങ്ങണയുടെ ഇടയിൽ വെച്ച സംഭവം നമുക്കെല്ലാവർക്കും അറിയാം. അവിടം കൊണ്ടൊരു ചരിത്രം തീരാൻ സാധ്യതയുണ്ടെന്ന് നമുക്കറിയാം. കാരണം ഈ കുഞ്ഞിൻ്റെ മാതാവെന്നുള്ള നിലയിലോ പിതാവെന്നുള്ള നിലയിലോ സഹോദരങ്ങൾ എന്നുള്ള നിലയിലോ ആരെങ്കിലും അവിടെ പ്രത്യക്ഷപ്പെട്ടാൽ ഈ കുഞ്ഞും കൊല്ലപ്പെടും, അവരും കൊല്ലപ്പെടുമെന്നുള്ള രാജ്യ സാമ്രാജ്യ നിയമം, ഏകാധിപത്യ ഗവൺമെന്റിന്റെ നിയമം അവിടെ നിലനിൽക്കുമ്പോൾ തന്നെ ഈ സാധു സ്ത്രീ, അവളുടെ പേര് നമുക്കറിയാം, യോഖേബേദ് എന്നുള്ള പേരിനാൽ അറിയപ്പെടുന്ന ഈ സാധു സ്ത്രീ ചെയ്ത പ്രവൃത്തി എന്തെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. തൻ്റെ മകളെ അവിടെയുള്ള കുറ്റിക്കാട്ടിൽ ഒളിപ്പിച്ചിരുത്തി അവൻ എന്ത് സംഭവിക്കുന്നുവെന്ന് നീ നോക്കിക്കോണം എന്ന് പറഞ്ഞതിന് ശേഷം തൻ്റെ വീടിൻ്റെ ഉള്ളറയിൽ പണിസാധനങ്ങൾ സൂക്ഷിക്കുന്ന മുറിയിൽ കയറി അവൾ മുട്ടുകുത്തി ആകാശത്തിലേക്ക് നോക്കി നിലവിളിച്ചവൾ കരഞ്ഞു പറഞ്ഞു, നീ തന്നതിനെ പിശാചിന് തകർക്കാനുള്ളതല്ല. ഇന്ന് രാത്രിയിൽ യുദ്ധം ചെയ്യുന്ന ഒരു സമൂഹം ഫെയ്ത്ത് സിറ്റി ദൈവസഭയിൽ എഴുന്നേൽക്കട്ടെ. പിശാചിനോട് പോരടിക്കുന്ന ഒരു സമൂഹം ഫെയ്ത്ത് സിറ്റി ദൈവസഭയിൽ എഴുന്നേൽക്കട്ടെ. ഇന്ന് രാത്രിയിലും ഒരു തുള്ളി കണ്ണുനീർ ഏതെങ്കിലും വിഷയത്തിൽ ഒഴുക്കിയാൽ അത്ഭുതം ചെയ്യാൻ നൈൽ നദിയിൽ ഇറങ്ങി വന്നവൻ ഇന്ന് രാത്രിയിൽ ഈ കൺവെൻഷൻ സെന്ററിൽ ഇറങ്ങി വരാൻ ഇവിടെ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. മകളെ കാവലിരുത്തിയിട്ട് ഭവനത്തിൻ്റെ ഉള്ളറയിൽ കയറി നിലവിളിച്ച സാധു സ്ത്രീ, ഫറവോന്യ കൽപ്പനകൾ അവിടെ നിലനിൽക്കുമ്പോൾ തന്നെ, ആ കൽപ്പനകൾ മുഴുവൻ സമൂഹത്തിന് അറിവായിരിക്കുമ്പോൾ തന്നെ ഏതെങ്കിലും വീട്ടിൽ ആൺസന്തതി ജനിച്ചോ എന്ന് നോക്കിക്കൊണ്ട് ഫറവോന്റെ സൈന്യം നാലുപാടും ചിതറി ഓടി അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ കാരാഗ്രഹത്തിൻ്റെ അല്ല പ്രിയമുള്ളവരെ, വീടിൻ്റെ ഉള്ളറയിൽ കയറി ഇരുട്ടുള്ള മുറിയിൽ ഇരുന്നു കൊണ്ട് കണ്ണുനീരൊഴുക്കി നിലവിളിച്ചു പ്രാർത്ഥിച്ച ആ സാധു സ്ത്രീയുടെ പ്രാർത്ഥനയുടെ ശബ്ദത്തെയും അവളുടെ കണ്ണുനീരിനെയും ആദരിക്കുവാൻ അവൾ നിലവിളിച്ച ദൈവം തയ്യാറായെങ്കിൽ ഇന്ന് രാത്രിയിൽ വേദനയോടെ ഇരിക്കുന്ന ചില ഭവനങ്ങളുടെ മേൽ, തലമുറയെ ചൊല്ലി ഹൃദയം നുറുങ്ങിയിരിക്കുന്ന ചില കുടുംബങ്ങളുടെ മേൽ ഇന്ന് രാത്രിയിൽ ഒരത്ഭുതത്തിന്റെ കരം നീട്ടി തൊടാൻ ശക്തി ഉള്ളവൻ ഇവിടെ എഴുന്നള്ളി വന്നിട്ടുണ്ട്. വിശ്വസിക്കണം. ഇതൊരു സാധാരണ രാത്രിയല്ല, ഒരു ക്യാമ്പ് റൂട്ടീനായി നടക്കുന്നു, അതിൻ്റെ സമാപന സെക്ഷൻ എന്നുള്ള ചിന്തയോടെ ഇരിക്കരുത്. സ്വർഗം നമ്മുടെ ചില വിഷയങ്ങളിൽ ഇന്ന് രാത്രിയിൽ ഇടപെടുന്ന രാത്രിയായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചില വിഷയങ്ങളിൽ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ ഇടപെടുന്ന രാത്രിയായി തീരട്ടെ. എന്ത് സംഭവിച്ചു പ്രിയമുള്ളവരെ? മൂത്ത മകൻ ഇസ്രായേലിലെ ഏറ്റവും വലിയ പുരോഹിതനായി മാറി. രണ്ടാമത്തെ മകൾ ഇസ്രായേലിലെ ഏറ്റവും വലിയ വർഷിപ്പ് ലീഡറായി മാറി.
മൂന്നാമത്തെ മകൻ ലോകം കണ്ട ഏറ്റവും വലിയ പ്രവാചകനായി മാറി. കഴിവില്ലെന്ന് പറഞ്ഞാലും മിടുക്കില്ലെന്ന് പറഞ്ഞാലും ജോലി ചെയ്യാൻ അറിയത്തില്ലെന്ന് പറഞ്ഞാലും ഒഴുക്കാൻ 2 കണ്ണുകൾ, കണ്ണുനീർ തുള്ളികൾ ഒഴുക്കാൻ 2 കണ്ണുകൾ ഉണ്ടായിരുന്ന സാധു സ്ത്രീയുടെ മുഖത്തെ ആദരിച്ച കർത്താവ് ഇന്ന് രാത്രിയിൽ ഫെയ്ത്ത് സിറ്റി ദൈവസഭയിൽ ചില ഭവനങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന രാത്രിയായി തീരട്ടെ. കുടുംബ തകർച്ചകൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒരു നിത്യ സംഭവമായിക്കൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി സംഭവങ്ങൾ എൻ്റെ മനോമുഖരത്തിൽ വരുന്നുണ്ട്. ഞാൻ പാർക്കുന്ന പട്ടണത്തിൽ ഒരു പ്രൊഫസറുടെ ഹസ്ബൻഡ് ഒരു ബിസിനസ്സുകാരൻ, അവരെ ഒരു മകൻ, ഒറ്റ മകൻ, ഇവർ കുടുംബമായി ചില മാസങ്ങൾക്ക് മുമ്പ്, അധിക നാളായില്ല, ചില മാസങ്ങൾക്ക് മുമ്പ് കേരളത്തിന് പുറത്ത് കർണാടകയിൽ ഒരു സ്ഥലത്ത് ചെന്ന് കുടുംബമായിട്ട് ആത്മഹത്യ ചെയ്ത് കളഞ്ഞു. ഞെട്ടിപ്പിക്കുന്ന സംഭവം. എന്താ? ജോലി ഇല്ലാഞ്ഞിട്ടാണോ? വരുമാനം ഇല്ലാഞ്ഞിട്ടാണോ? അല്ല. ഒരാൾ പ്രൊഫസർ, ഒരാൾക്ക് ബിസിനസ്. പ്രൈസ് ദി ലോർഡ്. കുടുംബ മഹിമകൾ ഇല്ലാഞ്ഞിട്ടാണോ? വിദ്യാഭ്യാസം ഇല്ലാഞ്ഞിട്ടാണോ? ഞാനും നിങ്ങളും വിചാരിക്കുന്നതിനേക്കാൾ സമൂഹം ഇന്ന് ഞെരുങ്ങിക്കൊണ്ടിരിക്കുക സമസ്ത മേഖലകളിലും. ചില നാളുകൾക്ക് മുമ്പ് ഈ ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ മൂന്നാറിനടുത്ത്, അടിമാലിക്കടുത്ത് ഒരു സ്ഥലത്ത് ഞാൻ കൺവെൻഷന് പ്രസംഗിക്കുവാൻ ചെന്നപ്പോൾ എന്നെ വിളിച്ച ദൈവദാസൻ എന്നോട് പറഞ്ഞു, ഗിന്നസ് ബുക്കിൽ പേരുള്ള സ്ഥലമായത്. ഗിന്നസ് ബുക്കിൽ ഞാനങ്ങ് അത്ഭുതപ്പെട്ടു പോയി. കാരണം ഗിന്നസ് ബുക്കിൽ പറയത്തക്കവണ്ണം ഒന്നുമില്ല. നമ്മളിങ്ങോട്ട് വന്നപ്പോൾ കണ്ടില്ലേ, എല്ലാം കാടും അല്ലെങ്കിൽ തേയിലത്തോട്ടങ്ങൾ, മനോഹര സ്ഥലങ്ങൾ. പക്ഷെ ഗിന്നസ് ബുക്കിൽ കയറത്തക്കവണ്ണം ഒന്നും ഇവിടെങ്ങുമില്ല. ഞാൻ അത്ഭുതപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഗിന്നസ് ബുക്കിൽ ഈ സ്ഥലം കയറാനൊരു പ്രത്യേകതയുണ്ട്. അദ്ദേഹം പറയുക, കേരളത്തിൽ ഏറ്റവും അധികം, അല്ല ലോകത്തിൽ, കേരളത്തിലല്ല, ലോകത്തിൽ ഏറ്റവും അധികം ആത്മഹത്യ നടക്കുന്ന ഗ്രാമം ഈ ഗ്രാമമാണ്. ആത്മഹത്യ നടക്കുന്ന ലോകത്തിൽ അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ ഫ്രാൻസിലോ ഒന്നുമല്ല, ഈ ഭൂമിയിൽ ഏറ്റവും അധികം ആത്മഹത്യ നടക്കുന്നത് കേരളത്തിൽ ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള ജില്ലയെ ഇടുക്കി ജില്ല. ഈ ഇടുക്കി ജില്ലയിൽ ഒരു ഗ്രാമത്തിലാണ് ലോകത്തിൽ ഏറ്റവും അധികം ആത്മഹത്യ നടക്കുന്നത്. വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ലിംക, അല്ലെങ്കിൽ നമുക്കറിയാം ഗിന്നസ് ബുക്കിൽ എഴുതി, ഈ ഭൂമിയിൽ ഏറ്റവും അധികം ആത്മഹത്യ നടക്കുന്ന ഗ്രാമം ബൈസൺ വാലി. നമുക്ക് ചരിത്രത്തിൽ വലിയൊരു സംഭവമാണ്. ഈ കൊച്ചു ഗ്രാമത്തിലാ ഭൂമിയിൽ ഏറ്റവും അധികം ആൾക്കാർ സ്വയം ജീവിതം അവസാനിപ്പിക്കുന്നത്. കാർഷിക വിളകളുടെ നഷ്ടവും നാളത്തെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ള ചിന്ത കാരണം കുടുംബങ്ങളായി ഇവിടെ അവസാനിക്കുന്ന ഒരു മണ്ണിലാ ഞാനും നിങ്ങളും നിൽക്കുന്നത്. ഇന്ന് രാത്രിയിൽ ഈ ക്യാമ്പിന് ഒരു പ്രസക്തി ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒരു പ്രസക്തി ഉണ്ട്. ഞാൻ നിൽക്കുന്ന മുന്നിൽ നിന്ന് പ്രസംഗിക്കുന്ന വീട്ടിലേക്ക് വിരൽ ചൂണ്ടി അദ്ദേഹം പറഞ്ഞു, ഈ മുറിയിൽ, ആ മുറിയിൽ, മറ്റേ മുറിയിൽ 4 പേർ 3 മുറിയിൽ ആത്മഹത്യ ചെയ്തൊരു വീടാ. ഓരോ വീടിനും ചരിത്രമുണ്ട്. 5 പേർ, 3 പേർ, 2 പേർ, ഓരോരുത്തർ, അപ്പനും അമ്മയും കുഞ്ഞുങ്ങളെ കൊന്നിട്ട് മരിച്ചവർ. ഇങ്ങനെ ഓരോ ചരിത്രവും അദ്ദേഹം എന്നോട് പറഞ്ഞപ്പോൾ, പ്രിയമുള്ളവരെ, ഞാൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. ഞാൻ നിങ്ങളും വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറം നമ്മുടെ സമൂഹം തകർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി അല്പം സ്വസ്ഥതയോടെ, സമാധാനത്തോടെ, നല്ല നാളെ, ഭാവിയെ സ്വപ്നം കണ്ടുകൊണ്ട് ദൈവസന്നിധിയിൽ വന്നിരിക്കുവാൻ ഭാഗ്യം ലഭിച്ചവരെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ശബ്ദമുയർത്തി എല്ലാവരും കർത്താവിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. എല്ലാ നാവും ചേർന്ന് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഞാൻ പാർക്കുന്ന പട്ടണത്തിൽ ദീർഘവർഷങ്ങൾ വിദേശ രാജ്യത്ത് ജോലി ചെയ്തിട്ട് മടങ്ങി വന്നൊരു പിതാവിൻ്റെ സംഭവമുണ്ട്. അദ്ദേഹം വിദേശത്ത് ജോലി ചെയ്തു. ഒരു മകൻ ഒത്തിരി സമ്പാദിച്ചു, വീടായി, കാറായി, എല്ലാമായി തിരിച്ചു വരാൻ തീരുമാനിച്ചു. എന്തിനാ മരുഭൂമിയിൽ കിടന്ന് കഷ്ടപ്പെടുന്നത്? തിരിച്ചു വരാൻ തീരുമാനിച്ചപ്പോൾ അദ്ദേഹത്തിന് ഇവിടെയുള്ള കാറൊന്നും ഇഷ്ടമില്ല. അദ്ദേഹം അവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ടൊയോട്ട ലെക്സസിൻ്റെ ഏറ്റവും കൂടിയ മോഡൽ അദ്ദേഹം ഇറക്കുമതി ചെയ്തു. അദ്ദേഹം കൊച്ചി എയർപോർട്ടിൽ വന്നപ്പോൾ ഷിപ്പ് യാർഡിൽ കാറ് വന്നു. ഇങ്ങനെ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് അദ്ദേഹം യാത്ര തിരിച്ചത്. കാറ് വന്നിട്ട് ഉറപ്പായതിനു ശേഷമാണ് അദ്ദേഹം വിമാനത്തിൽ കയറി എത്തിയത്. സ്വന്തം കാർ അവിടെ നിന്ന് ഓടിച്ചുകൊണ്ടാണ് അദ്ദേഹം ആദ്യമായി വീട്ടിലേക്ക് വന്നത്. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് വരികയാണ്. ഹാർദവമായ സ്വീകരണമായിരുന്നു. ക്ലബ്ബുകാർ വന്നു, മെമ്പർഷിപ്പൊക്കെ കൊടുത്തു, പള്ളിക്കാർ വന്നു, പുതിയ പദ്ധതികളൊക്കെ ആവിഷ്കരിച്ചു, ഒത്തിരി കാര്യങ്ങൾ. സ്വീകരണം ഒത്തിരി അങ്ങ് സന്തോഷമായപ്പോൾ തൻ്റെ ഭാര്യയോട് ഈ പിതാവ് ഒരു വാചകം പറഞ്ഞു, ഇച്ചിരൂടെ നേരത്തെ വരേണ്ടിയായിരുന്നു. താമസിച്ചു പോയാൽ ഇച്ചിരൂടെ നേരത്തെ, ഇത്രയൊക്കെ സ്വീകരണം കിട്ടുമെങ്കിൽ ഇച്ചിരൂടെ നേരത്തെ വരണമായിരുന്നു. പക്ഷെ വന്നതിൻ്റെ 3-ാം ദിവസം ഞെട്ടിപ്പിക്കുന്ന ഒരു സത്യം ഈ പിതാവ് തിരിച്ചറിഞ്ഞു. ഏക മകൻ മയക്കുമരുന്നിനടിമയാ. പോയ പോക്ക് നോക്കണേ. ഇവനൊരു കുഴപ്പമുണ്ട്. അപ്പനെ കണ്ടാൽ അന്നേരം അടിക്കണം, അപ്പനെ കണ്ടാൽ അന്നേരം തൊഴിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ നല്ല കുഞ്ഞുങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്.
അപ്പനെ കണ്ടാൽ അന്നേരം ഉപദ്രവിക്കണം, ഓടിച്ചിട്ടടിക്കുക. എന്ത് ചെയ്യാൻ പറ്റും? ഇദ്ദേഹം ചെയ്ത പ്രവൃത്തി കേൾക്കണമോ? വൈകിട്ട് ഇവൻ വരുമ്പോൾ അപ്പൻ ഈ കാറുമായി റോഡിൽ ഇറങ്ങിയ പട്ടണം മുഴുവൻ കാർ ഓടിക്കും. രാവിലെ ഇവൻ പോകുമ്പോൾ അപ്പൻ തിരിച്ച് വീട്ടിൽ വരും. വൈകിട്ടത്തെ ജീവിതം റോഡിൽ, രാത്രിയിൽ അപ്പൻ റോഡിൽ. പ്രവാസ ജീവിതം കഴിഞ്ഞ് വന്നിരിക്കുക മകൻ വീട്ടിൽ. രാവിലെ മകൻ പുറത്ത്, പകല് അപ്പനകത്ത്. പെട്രോൾ തീരുമ്പോൾ പെട്രോൾ അടിക്കും. ഇതായിരുന്നു ജീവിതം. എത്ര നാൾ മുന്നോട്ട് പോകും? ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ കാറ് കിടന്ന സ്ഥലത്തുനിന്ന് കാറ് മാറുന്നില്ല. വീട്ടുകാർ ഇങ്ങനെ പ്രതീക്ഷയോട് വരുന്നില്ല. ഭാര്യ നോക്കിയിരിക്കുക. ഓട്ടോറിക്ഷക്കാരും കടക്കാരും ഒക്കെ നോക്കിയപ്പോൾ കാറ് പോകുന്നില്ല. അകത്തിയെന്ന് നോക്കിയപ്പോൾ ഡ്രൈവർ സീറ്റിൽ ചങ്ക് പൊട്ടി മരിച്ചു കിടക്കുന്ന അപ്പനെയാ അന്ന് പട്ടണം കണ്ടത്. എന്താ ഇവിടെ സംഭവിച്ചത്? പണത്തിന് കുറവുണ്ടായിരുന്നോ? ഇല്ല പ്രിയമുള്ളവരെ. പത്രാസിന് കുറവുണ്ടായിരുന്നോ? ഇല്ല പ്രിയമുള്ളവരെ. വരുമാനത്തിന് കുറവുണ്ടായിരുന്നോ? സ്റ്റാറ്റസിന് കുറവുണ്ടായിരുന്നോ? എന്തിനെങ്കിലും കുറവ് പറയാനുണ്ടോ? ഒരു കുറവും പറയാനില്ല. പക്ഷേ പൈശാചികൻ ആ ഭവനത്തെ തകർത്ത് കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ കേട്ട് കാണും, ചില നാളുകൾക്ക് മുമ്പ് കൊച്ചി കസ്റ്റംസ് പിടിച്ചെടുത്ത മയക്കുമരുന്നിൻ്റെ തുക നമ്മുടെ പത്രങ്ങളിലും ടെലിവിഷനിലുമൊക്കെ വന്നു. 25,000 കോടി രൂപയുടെ മയക്കുമരുന്ന് കൊച്ചി കസ്റ്റംസ് പിടിച്ചെടുത്ത്. അങ്ങനെ എത്ര 25,000 കടന്നുപോയി കാണും. പിടിച്ചത് ഇത്രയും. എന്തായിരുന്നു അതിൻ്റെ ലക്ഷ്യം? ഈ കൊച്ചു കേരളത്തിലെ ഗ്രാമങ്ങളിലും സ്കൂളുകളിലും കോളേജുകളിലും നമ്മുടെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ളവർ പഠിക്കുന്ന സ്ഥലങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് തകർത്ത് കളയുവാൻ, മുടിച്ചു കളയുവാൻ പൈശാചിക മണ്ഡലങ്ങൾ ആവിഷ്കരിച്ച വലിയൊരു പദ്ധതിയായിരുന്നു അന്നവിടെ പിടിക്കപ്പെട്ടത്. അങ്ങനെ പിടിക്കപ്പെടാതെ എത്രയോ പദ്ധതികൾ പോയിരിക്കുന്നു നശിപ്പിച്ച് കളയാൻ, മുടിച്ചു കളയുവാൻ. നമ്മൾ വിചാരിക്കുന്നതിലും അപകടമേറിയ ഒരവസ്ഥയിൽ കൂടി നമ്മുടെ ഈ സമൂഹം സഞ്ചരിക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ ഈ ഫാമിലി ഫെസ്റ്റിവലിന് ഒരു പ്രസക്തി ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ താമസിക്കുന്ന വീടിനടുത്തൊരു പെൺകുട്ടിയെ പഠിക്കുവാൻ വേണ്ടി അപ്പനും അമ്മയും ഹോസ്റ്റലിൽ കൊണ്ടാക്കി. ചില നാളുകൾക്ക് ശേഷം ഈ പെൺകുട്ടി മടങ്ങി വീട്ടിലേക്ക് വന്നത് നിറവയറുമായിട്ടാ വീട്ടിലേക്ക് വന്നത്. പഠിക്കാൻ ഹോസ്റ്റലിൽ കൊണ്ടാക്കിയ മകളുടെ മടങ്ങി വരവിൻ്റെ ദാരുണ്യ അവസ്ഥ ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവർ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. എന്തുമാത്രം ആ ഭവനം തകർച്ചയെ നേരിട്ടു. ഞാനും നിങ്ങളും വിചാരിക്കുന്നതിലപ്പുറം ആദ്യം മുതൽ ഇന്ന് വരെ നമുക്ക് നേരെ പോരാടിക്കൊണ്ടിരിക്കുന്ന, മാനവകുലത്തിന് വിരോധമായി ചലിച്ചുകൊണ്ടിരിക്കുന്ന പൈശാചിക ശക്തികൾ അതിൻ്റെ മൂർധന്യ അവസ്ഥയിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ എനിക്കും നിങ്ങൾക്കും ഒരു ജയമുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു. എനിക്കും നിങ്ങൾക്കും ഒരു വിജയമുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു. എനിക്കും നിങ്ങൾക്കും ഇന്ന് രാത്രിയിൽ ഒരു ദൈവ പ്രവൃത്തി കണ്ണാലെ കാണാൻ കഴിയുമെന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു. വിശ്വസിച്ചൊന്ന് ഏറ്റെടുക്കുവാൻ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. പൗലോസ്ലീഹായ്ക്ക് ജയിലിൽ കിടന്നപ്പോൾ ബോധ്യപ്പെട്ട വസ്തുത ഞാൻ കമ്പി വാചകം പോലെ പെട്ടെന്നൊന്ന് പറയാം. ഒന്നാമത് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ട സഭയുടെ ആത്മീക വിഷയമെങ്കിലും ആത്മീക തകർച്ച എങ്ങനെ നേരിട്ടു എന്നുള്ള വിഷയമാണ് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടത്. അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടതാണ് നമ്മൾ 22-ാമത്തെ വാക്യത്തിൽ ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവീൻ എന്ന് പറഞ്ഞാൽ, കുടുംബജീവിതത്തിൽ ഭർത്താക്കന്മാരെ അനുസരിക്കാത്ത, അല്ലെങ്കിൽ കീഴടങ്ങാത്ത, അല്ലെങ്കിൽ ബഹുമാനിക്കാത്ത സഹോദരിമാരെ കൊണ്ട് എഫേസോസിലെ സഭ നിറഞ്ഞു നിൽക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ് സംസാരിക്കുന്നത്. ഇതൊരു വിവാഹ പ്രസംഗമല്ലെന്ന് എനിക്കറിയാമെങ്കിലും അന്ന് എഫേസോസ് സഭയെ ആത്മീകത്തിൽ മടക്കിക്കൊണ്ടുവരുവാൻ കർത്താവിൻ്റെ ദാസനോട് പരിശുദ്ധാത്മാവ് ഇടപെട്ട ആശയമാ ഞാൻ ഇന്ന് രാത്രിയിൽ ഇവിടെ സംസാരിക്കുന്നത്. കീഴ്പ്പെടുകയും അനുസരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യാത്ത ഭാര്യമാരെ കൊണ്ട് സഭ നിറഞ്ഞിരിക്കുന്നു. ഭർത്താക്കന്മാരിലേക്ക് വന്നപ്പോൾ പരിശുദ്ധാത്മാവ് വീണ്ടും വിവേചിച്ചു. എന്താണ് ഭർത്താക്കന്മാരിൽ കൂടി വിവേചിക്കപ്പെട്ടത്? ഭാര്യമാരെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യാത്ത ഭർത്താക്കന്മാർ സഭയിൽ പെരുകിയിരിക്കുന്നു. ഇവർ ആരാധനയ്ക്ക് വന്നിരിക്കുക. തീർന്നില്ല പ്രിയമുള്ളവരെ. അനുസരണം കെട്ട സന്തതികളാ സൺഡേ സ്കൂൾ പഠിക്കാൻ മുന്നിൽ വന്നിരിക്കുന്നത്. അനുസരണം കെട്ട സന്തതികൾ എഫേസോസ് സഭയിൽ വന്നിരിക്കുക. അപ്പൻ പറയുന്നതും അമ്മ പറയുന്നതും അനുസരിക്കാതെ, വകവെക്കാതെ, തങ്ങളുടെ ഇഷ്ടത്തിനും തങ്ങളുടെ ചിന്തയ്ക്കും അനുസരിച്ച് സഞ്ചരിക്കുന്ന മക്കളെ കൊണ്ട് എഫേസോസിലെ സഭ നിറഞ്ഞിരിക്കുന്നു. നോക്കുക, തീർന്നില്ല. യോഗത്തിനൊക്കെ പോകുമ്പോൾ വീട്ടിൽ ജോലി ചെയ്യുന്ന വേലക്കാരനോ വേലക്കാരിയോ, അന്ന് അടിമകളൊക്കെയുള്ള സിസ്റ്റമാണ്. അവിടെ വീട്ടിലുണ്ടെങ്കിൽ അമ്മാമ്മയോ അല്ലെങ്കിൽ അച്ചായനോ
ചർച്ചിലേക്ക് പോകുമ്പോൾ അവരെ നോക്കി വിളിക്കും, വാടാ, എന്തിനാ വെറുതെ ഇരിക്കുന്നത്, നമുക്ക് പള്ളിയിൽ പോകാം, അല്ലെങ്കിൽ നമുക്ക് ചർച്ചിൽ പോകാം, അല്പസമയം ആരാധിക്കാം, നീയും ഞങ്ങളുടെ കൂടെ വാ. കാലക്രമേണ പല പ്രാവശ്യം വന്ന് ഇവനും ദൈവവിശ്വാസിയായി കർത്താവിനെയൊക്കെ സ്വീകരിച്ച് ദൈവമകനായി തീർന്നു. പക്ഷെ ഇവനൊരു കുഴപ്പമുണ്ട്. ഇവൻ ഈ യജമാനനോട് ഭയങ്കര ദേഷ്യമാണ്. ഇവൻ ആടിനെയൊക്കെ മേയ്ക്കാൻ പോകുമ്പോൾ ഇവൻ കിടന്നുറങ്ങും. എന്ന് പറഞ്ഞാൽ ഏൽപ്പിച്ചതിൽ ഇവൻ വിശ്വസ്തനല്ല. ആദ്യമൊന്നും നഷ്ടമറിയത്തില്ല. 10,000-കണക്കിന് ആടുകളെ കൊണ്ടൊക്കെയാ തീറ്റിക്കാൻ പോകുന്നത്. ഞാൻ ഇച്ചിരി വേഗത്തിലാണ് പറയുന്നത്. അപ്പോൾ ആദ്യം 5 പോയി 10. ഇവൻ ഉറങ്ങിയല്ലേ, ഇവൻ സംരക്ഷിക്കുന്നില്ലല്ലോ. ക്രമേണ 1000 കുറഞ്ഞു. 10,000 കുറയുമ്പോൾ യജമാനൻ അറിയും, എടാ നഷ്ടം സംഭവിക്കുന്നു, ബിസിനസ്സിൽ നഷ്ടം സംഭവിക്കുന്നു, വരുമാനത്തിൽ ഇടിവ് സംഭവിക്കുന്നു. പരിശുദ്ധാത്മാവ് എഫേസോസിലെ സഭയെ വിവേചിച്ചപ്പോൾ ബിസിനസ്സുകളിലെ നഷ്ടം എന്തുകൊണ്ട്, വരുമാനങ്ങളിലെ നഷ്ടം എന്തുകൊണ്ട് എന്നുള്ളത് പരിശുദ്ധാത്മാവ് അവിടെ വിവേചിച്ചു. ഞാൻ ഒന്നുകൂടി വ്യക്തമായിട്ട് പറയാം. സ്നേഹിക്കാത്ത ഭർത്താക്കന്മാരും അനുസരിക്കാത്ത ഭാര്യമാരും, അല്ലെങ്കിൽ കീഴ്പ്പെടാത്ത ഭാര്യമാരും അല്ല, അനുസരണമില്ലാത്ത മക്കളും യജമാനന്മാർക്ക് നഷ്ടം വരുത്താൻ മാത്രം ചിന്തിക്കുന്ന വിശ്വസ്തതയില്ലാത്ത വേലക്കാരും കൂടി നിറഞ്ഞു നിൽക്കുന്ന ആരാധനയെ നോക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവ് ശക്തമായി സഭയോട് ഇടപെട്ടു. പ്രൈസ് ദി ലോർഡ്. സഭയോട് ഇടപെട്ടു. ഇങ്ങനെ നിങ്ങൾ ഇരുന്നാൽ പിശാച് നിങ്ങളെ തകർത്ത് കളയും. ഇങ്ങനെ നിങ്ങൾ ആരാധിച്ചാൽ പിശാച് നിങ്ങളെ മുടിച്ചു കളയും. ഇങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോയാൽ തലമുറകൾ കൈവിട്ടു പോകും. ഇങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോയാൽ ബിസിനസ്സിൽ ദിവസങ്ങൾക്ക് നഷ്ടങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കും. ഇങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങളുടെ വരുമാന മാർഗങ്ങൾ നിലച്ചു പോകും. എല്ലാവരും കർത്താവിനോട് സ്തോത്രം ചെയ്താട്ടെ. അടിസ്ഥാന വിഷയത്തിന്റെ മേൽ പരിശുദ്ധാത്മാവ് ഇടപെട്ടു. അടിസ്ഥാന വിഷയം എന്ന് പറഞ്ഞാൽ കുടുംബ തകർച്ച. സ്നേഹമില്ലാത്തതും കരുതലില്ലാത്തതും അനുസരണമില്ലാത്തതും ബഹുമാനമില്ലാത്തതും ഏതെല്ലാം നിലയിൽ ആരാധിച്ചാലും ആരാധന സ്വർഗത്തിൽ എത്തുന്നതിന് പരിമിതി ഉണ്ടെന്ന് ദൈവദാസൻ ഓർപ്പിച്ചുണർത്തിക്കൊണ്ട് ദൈവസഭയ്ക്ക് ദൂതറിയിച്ചു, നിങ്ങൾ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടണം. ഹല്ലേലൂയ. ഫൈനലി എന്ന് പറഞ്ഞാൽ അനുഗ്രഹിക്കപ്പെട്ട ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് ഒരു അനുഗ്രഹം. ഞാൻ ഈ സത്യത്തിൽ ഈ പ്രസംഗം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒത്തിരി കുറ്റബോധം എൻ്റെ ഉള്ളിലും പോയി. ഞാനും ഒരു നല്ല ഭർത്താവാണോ, അല്ലെ വേദപുസ്തകം ഉദ്ദേശിക്കുന്നത് പോലെ ഒരു ഭർത്താവാണെന്നൊക്കെ ഉള്ളൊരു ചിന്ത എൻ്റെ ഉള്ളിൽ കൂടി കടന്നുപോയി. പ്രിയമുള്ളവരെ, ഞാനൊരു കാര്യം തുറന്ന് എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ നിങ്ങളെ ഓർപ്പിച്ചുണർത്തട്ടെ. ദൈവത്തിൻ്റെ പദ്ധതിയാ കുടുംബം. ദൈവത്തിൻ്റെ പദ്ധതിയാ കുടുംബം. ഈ കുടുംബമാ ദൈവസഭ. ദൈവസഭയ്ക്ക് വിരോധമായിട്ടുള്ള പോരുകൾ നമ്മുടെ കുടുംബത്തിന് വിരോധമായിട്ടുള്ള പോരാ. ദൈവസഭയ്ക്ക് വിരോധമായിട്ടുള്ള പോരുകൾ നമ്മുടെ തലമുറയ്ക്ക് വിരോധമായുള്ള പോരാ. ഇന്ന് രാത്രി നമ്മുടെ ചെറിയ ശക്തിയൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് അനവരതം കവിഞ്ഞൊഴുകുന്ന ഒരു സ്വർഗീയ ശക്തി ഇന്ന് രാത്രിയിൽ ഒന്ന് ഏറ്റെടുത്താൽ പിശാച് കവർന്നെടുത്ത ചിലതിനെ തിരിച്ചു പിടിക്കുവാൻ, പിശാച് മുടിച്ചു കളഞ്ഞ ചിലതിനെ തിരിച്ചു പിടിക്കുവാൻ, പിശാച് നോട്ടമിട്ട ചിലതിനെ പിടിച്ചെടുക്കുവാൻ ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു ശക്തിയുടെ കവിഞ്ഞൊഴുക്ക് നമ്മുടെ മേൽ ചൊരിയുന്ന രാത്രിയായി തീരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ ഒരു സുവിശേഷകന്റെ മകൻ മറ്റൊരു സ്ഥലത്തേക്ക് പഠിക്കാൻ വേണ്ടി പോകുകയാണ്. നമുക്കറിയാം നമ്മുടെ സഹോദരിമാരുടെ ഒരു പ്രത്യേകത. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അമ്മ അവനോട് പറയുക, മോനെ നീ എന്നും രാവിലെ എഴുന്നേൽക്കണം, ഞായറാഴ്ച ദിവസം നീ മറന്നു പോകരുത്, നീ ചർച്ചിൽ പോകണം, നീ ആരാധനയ്ക്ക് പോകണം, നീ അവിടെ പ്രസംഗങ്ങളൊക്കെ മനസ്സിലാക്കണം, പ്രാർത്ഥിക്കണം, കൈയടിക്കണം, ആരാധിക്കണം, എല്ലാം അമ്മ ഇങ്ങനെ 100 കാര്യങ്ങൾ പറയുക. അവൻ ഓരോ ദിവസവും ചെയ്യേണ്ടത്. ഒന്നും പറയാതെ അപ്പൻ ഇങ്ങനെ മൗനമായി നിൽക്കുക. അമ്മ ഒത്തിരി കാര്യങ്ങൾ കുറച്ചൊക്കെ അവൻ്റെ തലയിൽ കയറി. ഇടയ്ക്ക് അവൻ ദേഷ്യപ്പെടും, അമ്മ എന്താ ഇപ്പോൾ ഒത്തിരി പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, അമ്മ എന്നെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ അവൻ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. എന്നിട്ടും ഈ സ്ത്രീ വിട്ടില്ല. 100 ഉപദേശങ്ങൾ പറഞ്ഞിട്ട് ഈ സ്ത്രീ അവനെ യാത്ര അയക്കുമ്പോൾ ഇവൻ വാഹനത്തിലേക്ക് കയറാൻ ഒരുങ്ങിയപ്പോൾ അതുവരെ മിണ്ടാതിരുന്ന അവൻ്റെ അപ്പൻ അവൻ്റെ അടുക്കൽ ചെന്ന് തോളെ ചേർത്ത് പിടിച്ച് അവൻ്റെ ചെവിയിൽ ഒരു വാചകം പറഞ്ഞു, മോനെ നീ ലോകത്തിൽ എവിടെ പോയാലും നീ ആരുടെ മകനാണെന്ന് നീ മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. ആ ഒരൊറ്റ വാചകം ആ കുഞ്ഞിൻ്റെ മനസ്സിനെ തൊട്ടു. ഇന്ന് രാത്രിയിൽ ഫെയ്ത്ത് സിറ്റി ദൈവസഭയിലെ വാത്സല്യ സഹോദരന്മാരെ, നമ്മുടെ തലമുറകളുടെ മുന്നിൽ എനിക്കും നിങ്ങൾക്കും ഒരു പ്രാഗൽഭ്യം ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ഒരു പ്രാഗൽഭ്യം ഉണ്ടാകണം. എന്നെയും നിങ്ങളെയും കണ്ടു വളരുന്ന ഒരു തലമുറയാ നാളെ നമ്മുടെ സഭയിൽ ആരാധിക്കേണ്ടത്, നാളെ നമ്മുടെ സഭയിൽ യൂത്ത് മീറ്റിങ്ങിൽ സംബന്ധിക്കേണ്ടത്, നാളെ ക്രിസ്തുവിനായി നിൽക്കേണ്ടത്. എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും നമ്മുടെ തലമുറകൾ ചിന്തിക്കുമ്പോൾ ഒരു പ്രാഗൽഭ്യം നമ്മളെക്കുറിച്ച് അവരുടെ ഉള്ളിലുണ്ടെങ്കിൽ ഇന്ന് രാത്രി
രാത്രി നമ്മൾ ജയിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി നമ്മൾ ജയിച്ചു. ലോകമറിയുന്ന പ്രസംഗകനായില്ലെങ്കിലും, ലോകമറിയുന്ന എഴുത്തുകാരനായില്ലെങ്കിലും, ലോകത്തിലെ പ്രസിദ്ധനായ ജോലിക്കാരനായില്ലെങ്കിലും, നമ്മുടെ തലമുറകൾ നമ്മളെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരു പ്രാഗൽഭ്യം നമുക്കുണ്ടെങ്കിൽ നമ്മൾ വിശ്വാസ ജീവിതത്തിൽ ജയിച്ചു കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഒരു ഉത്സാഹത്തിലേക്ക് നമ്മുടെ പിതാക്കന്മാർ കടന്നു വരട്ടെ. പ്രൈസ് ദി ലോർഡ്. വിശേഷാൽ വാത്സല്യ കർത്താവിൻ്റെ ദാസിമാരെ, നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഇച്ചിരി ആഴത്തിൽ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ ദാസിമാരുടെ മേലാണ് ഭവനത്തിൻ്റെ ചുക്കാൻ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്നത്, വേദപുസ്തകം ഏൽപ്പിച്ചിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അതറിയാം. ഇസ്രായേൽ ഗ്രഹത്തിൻ്റെ പണിയെക്കുറിച്ച് പറയുമ്പോൾ പേരെടുത്ത് പറയാൻ പല മഹാന്മാർ ഇസ്രായേലിൻ്റെ ചരിത്രത്തിലുണ്ടായെങ്കിലും ലേഖനങ്ങൾ അല്ലെങ്കിൽ പുസ്തകങ്ങൾ എഴുതുമ്പോൾ പ്രവാചകന്മാർ ഉൾപ്പെടെയുള്ള എഴുത്തുകാർ എഴുതിയൊരു വാചകമുണ്ട്: റാഹേലും ലേയുമല്ലോ ഇസ്രായേൽ ഗ്രഹം പണിതത്. പ്രൈസ് ദി ലോർഡ്. ഭവനം നിലനിൽക്കാൻ കാരണം ഈ രണ്ട് സഹോദരിമാരായിരുന്നു. പുരുഷന്മാർക്ക് ബിസിനസ് ഉണ്ട്, ജോലിയുണ്ട്, വരുമാനമുണ്ട്, കാര്യങ്ങളുണ്ടെങ്കിലും കുടുംബങ്ങളുടെ നിലനിൽപ്പ് വന്നപ്പോൾ അന്നേ പരിശുദ്ധാത്മാവ് വിരൽ ചൂണ്ടിയ സ്ഥലം സഹോദരിമാരുടെ മേല. വേദപുസ്തകത്തിൽ എത്രയോ തെളിവുകൾ എനിക്ക് പറയുവാനുണ്ട്. ഞാൻ ഒന്ന് രണ്ട് സംഭവങ്ങളിലേക്ക് വളരെ വേഗം പോയി അല്പം കൂടി വേഗത്തിൽ കടന്നു പോകാം. പ്രിയമുള്ളവരെ, അമേരിക്കയിലെ കെൻഡക്കി എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ട്. കെൻഡക്കി എന്നുള്ള പേര് നമുക്കെല്ലാവർക്കും സുപരിചിതമായ പേരാണ്. കാരണം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. കെൻഡക്കി എന്നുള്ള പേര് അമേരിക്കയിലുള്ള ഒരു സ്റ്റേറ്റിൻ്റെ പേരാണ്. കെൻഡക്കി എന്നുള്ള പേര്. അവിടെ ഒരു പട്ടണത്തിലെ ഒരു ഗ്രാമത്തിൽ ഒരു സാധാരണ കുടുംബമുണ്ടായിരുന്നു. അപ്പന് ജോലിയൊന്നുമില്ല, സാധാരണ ജോലി. അമ്മയ്ക്ക് ജോലിയൊന്നുമില്ല, ഒന്നും ചെയ്യാൻ അറിയത്തില്ല, വയ്യാത്ത ഒരു സാധു സ്ത്രീ. ആ വീട്ടിലൊരു മകനുണ്ട്. ഇവൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം ഇവൻ വീട്ടിൽ വന്നിട്ട് വിറകുകൾ ശേഖരിച്ച് അമ്മയ്ക്ക് കൊണ്ടു കൊടുക്കും. നാളെ പിറ്റേ ദിവസം അമ്മ ആ വിറകുമായി ഓരോ വീട്ടിലും ചെന്ന് ഫിൽസ് കിട്ടും, ചില്ലറ കിട്ടും, ഈ വിറക് അവിടെ വിൽക്കും. ഇതായിരുന്നു ഇവരുടെ വരുമാന മാർഗം. അതേയുള്ളായിരുന്നു ഇവരുടെ വരുമാന മാർഗം. കിട്ടുന്ന ഫിൽസ് കൊണ്ട് ഒരു നേരം മാത്രമേ ആഹാരമുള്ളൂ. ഈ വിറക് പറക്കി വീട്ടിൽ കൊണ്ടുവരുമ്പോൾ അമ്മ അവൻ്റെ ഒരു ദിവസത്തെ ആഹാരം കൊടുക്കും. ഇതായിരുന്നു ഇവൻ്റെ ആഹാരം. ഒറ്റ നേരം ആഹാരമുള്ള ഒരു കൊച്ചു മിടുക്കനായ വിദ്യാർത്ഥി. സ്കൂളിൽ നിന്ന് വരുമ്പോൾ ബാഗ് വലിച്ചെറിഞ്ഞിട്ട് അവൻ ഓടുകയാണ് വിറക് പറക്കാൻ. വിറകും കൊണ്ട് വന്നാലേ ആഹാരമുള്ളൂ. ഇന്ന് വിറക് പറക്കിയാലേ നാളെ ആഹാരമുള്ളൂ. ഇതായിരുന്നു ഇവൻ്റെ സ്ഥിതി. ഒരു ദിവസം അവൻ ഓടി വീട്ടിലേക്ക് വന്നിട്ട് ബാഗ് താഴേക്ക് ഇട്ടിട്ട് ഓടുമ്പോൾ അവൻ അമ്മയോട് വിളിച്ചു പറഞ്ഞു: അമ്മേ, ഇന്നെല്ലാ കുട്ടികൾക്കും എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും അവരുടെ അമ്മമാർ ഒരു ഗിഫ്റ്റ് കൊടുത്തു. അവർ സ്കൂളിൽ വന്ന് പറഞ്ഞു. അമ്മയ്ക്ക് ഭയങ്കര വിഷമമായി. ഇതുവരെ എൻ്റെ കുഞ്ഞിന് ഒരു ഗിഫ്റ്റും ഞാൻ കൊടുത്തിട്ടില്ല, ഒരു ഗിഫ്റ്റും എൻ്റെ മകന് ഞാൻ ഇതുവരെ കൊടുത്തിട്ടില്ല, കൊടുക്കാനുള്ള പണമില്ല. അവൻ പറഞ്ഞു, എല്ലാവർക്കും ഗിഫ്റ്റ് കിട്ടി, അമ്മ ഇന്ന് വരെ എനിക്കൊരു ഗിഫ്റ്റ് തന്നിട്ടില്ല. ഗിഫ്റ്റുകളുടെ ഒരു കാലമാണല്ലോ, എല്ലാം പാശ്ചാത്യ സംസ്കാരം നമ്മുടെ ഇടയിലേക്ക് വന്നതാണല്ലോ. ഈ അമ്മയ്ക്ക് ഭയങ്കര വേദനയായി, ഭയങ്കര പ്രയാസമായി. അമ്മയ്ക്ക് എന്ത് ചെയ്യണമെന്ന് ഒന്നുമില്ല, മേടിച്ചു കൊടുക്കാനൊന്നുമില്ല. അമ്മ ഇങ്ങനെ തലങ്ങും വിലങ്ങും നോക്കിയപ്പോൾ ആ വീട്ടിൽ ഒരു പുസ്തകമുണ്ട്, ഒറ്റ പുസ്തകം, ഒരു വേദപുസ്തകം. എൻ്റെ വീട്ടിൽ എത്ര ബൈബിൾ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഈ വീട്ടിൽ എത്ര പുസ്തകം ഉണ്ടെന്ന് അവർക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഒരു പുസ്തകമേ ഉള്ളൂ. അമ്മയും മോനും മാറി മാറി വായിക്കുന്ന പഴയ ഒരു വേദപുസ്തകം. അമ്മ പെട്ടെന്നൊരു പേപ്പർ കഷ്ണം ഒപ്പിച്ച് ഈ പുസ്തകം പൊതിഞ്ഞിട്ട് ഗിഫ്റ്റാക്കി വെച്ചു. അവൻ വരുമ്പോൾ കൊടുക്കാൻ. അവൻ ഓടി വന്നു, കൈ കഴുകി ആഹാരം കഴിക്കാൻ വേണ്ടി വന്നപ്പോൾ ഈ അമ്മ വിളിച്ചു പറഞ്ഞു: മോനെ, നിനക്ക് ഞാനൊരു ഗിഫ്റ്റ് ഒരുക്കി വെച്ചിട്ടുണ്ട്, ഒരു ഗിഫ്റ്റ് ഒരുക്കി വെച്ച്. അവന് വലിയ സന്തോഷമായി. അവൻ പെട്ടെന്ന് കൈ തുടച്ചിട്ട് ഗിഫ്റ്റ് വാങ്ങിക്കുവാൻ വേണ്ടി ഓടി വന്നു. അമ്മ ഗിഫ്റ്റ് പുറകിൽ പിടിച്ചിരിക്കുക. അമ്മയ്ക്കൊരു സന്ദേഹം, ഇവനിത് കണ്ടാൽ എങ്ങനെ പ്രതികരിക്കും? കാരണം സാധനം എന്താണെന്ന് അവനും അമ്മയ്ക്കും അറിയാം. എപ്പോഴും കാണുന്നത് ആ ഗിഫ്റ്റ് പുറകിൽ പിടിക്കുക. അവൻ ഇങ്ങനെ ഗിഫ്റ്റ് വാങ്ങിക്കുവാൻ ആവേശത്തോടെ വന്നപ്പോൾ പെതുക്കെ ഈ പൊതിഞ്ഞ പുസ്തകം ഈ സ്ത്രീ മുന്നിലേക്ക് എടുത്തു. നാൻസി എന്നായിരുന്നു ആ സ്ത്രീയുടെ പേര്. നാൻസി എന്ന് പറയുന്ന സ്ത്രീ ആ പുസ്തകം മുന്നിലേക്ക് എടുത്തു. ഒറ്റ നോട്ടത്തിൽ അവന് സാധനം പിടികിട്ടി. കൊച്ചുമിടുക്കനല്ലേ, ഇരിക്കുന്ന സ്ഥലം നോക്കി ആ സാധനം അവിടെ ഇല്ല. അവന് കാര്യം പിടികിട്ടി. നീട്ടിയ കൈ അവൻ താഴെയിട്ടു. അവൻ വെച്ച സ്റ്റെപ്പ് പുറകോട്ട് വെക്കുക. അമ്മ മുന്നോട്ട് നടക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. മേടിക്കത്തിൽ ഇവൻ കൈതാത്തിട്ടു. വെറുപ്പായി, ദേഷ്യമായി. അവസാനം ഭിത്തിയിൽ പോയി അവൻ ഇടിച്ചു നിന്നു. പുറകോട്ട് പോകാൻ ഇടമില്ലാതെ വന്നപ്പോൾ ഈ സാധു സ്ത്രീ പൊതിഞ്ഞ പുസ്തകവുമായി അവൻ്റെ അടുക്കൽ വന്നിട്ട് താഴ്ത്തിയിട്ട് അവൻ്റെ കരം ബലം ഉപയോഗിച്ച് അവർ വലിച്ച് ആ കരം ഉയർത്തിയിട്ട് ഈ പുസ്തകം അവൻ്റെ കയ്യിൽ മുറുക്കെ പിടിച്ചുകൊണ്ട് അവൻ്റെ കാതിൽ ഒരു ഗർജനം ആ സ്ത്രീ ഗർജിച്ചു. പ്രിയമുള്ളവരെ, അന്നവിടെ മുഴങ്ങിയ ഗർജനം: നീ ഈ പുസ്തകത്തിൽ വിശ്വസിച്ചാൽ ഈ പുസ്തകം നിന്നെ വലിയവനാക്കും. പ്രൈസ് ദി ലോർഡ്. നീ ഈ പുസ്തകത്തിൽ വിശ്വസിച്ചാൽ
ഈ പുസ്തകം നിന്നെ വലിയവനാക്കും. 1800 ലോകം കണ്ട ഏറ്റവും വലിയ ജനനേതാവിൻ്റെ ഉത്ഭവമായിരുന്നു അന്ന് ആ വീട്ടിൽ നടന്നത്. ആ ബാലൻ്റെ പേരായിരുന്നു എബ്രഹാം ലിങ്കൻ. അമേരിക്കയിലെ വൈറ്റ് ഹൗസിൽ അദ്ദേഹം പ്രസിഡന്റായി താമസിക്കുമ്പോൾ വാഷിങ്ടൺ DC-യിലെ വൈറ്റ് ഹൗസിലെ ലൈബ്രറിയിൽ ഒത്തിരി പുസ്തകങ്ങൾ, 100 പുസ്തകങ്ങൾ അടുക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ അബ്രഹാം ലിങ്കന് ഏറ്റവും ഇഷ്ടമുള്ള പുസ്തകം ലൈബ്രറിയിൽ അടുക്കി വെച്ചിരിക്കുന്ന ഒരു പുസ്തകവുമല്ലായിരുന്നു. തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പുസ്തകത്തിൻ്റെ പേരായിരുന്നു വേദപുസ്തകം. വേദപുസ്തകത്തിൽ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള ഭാഗം സങ്കീർത്തനങ്ങളായിരുന്നു. സങ്കീർത്തനത്തിൽ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള സങ്കീർത്തനം 34-ാം സങ്കീർത്തനമായിരുന്നു. തനിക്ക് സകല പ്രതിസന്ധികളും തൻ്റെ മുന്നിൽ വരുമ്പോൾ അമ്മ പറഞ്ഞ വാചകം ഓർത്തുകൊണ്ട് 34-ാം സങ്കീർത്തനം എടുത്ത് 5-ാം വാക്യം ഉറക്കെ ആ മനുഷ്യൻ വിളിച്ചു പറയും, ചേർന്നൊന്ന് പറഞ്ഞാട്ടെ, അവനിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയിട്ടില്ല. കാലാകാലങ്ങളിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കിയ ഒരുത്തരുടെ തലമുറ ഇന്ന് വരെ ലജ്ജിച്ചു പോയിട്ടില്ല. ഒരുത്തൻ്റെ കുടുംബജീവിതം പിശാച് തകർത്തിട്ടില്ല. ഒരുത്തൻ്റെ ബിസിനസ്സിനെ പിശാച് ഇല്ലാതാക്കിയിട്ടില്ല. ഇന്ന് രാത്രി വിശ്വസിക്ക്, ഒരു പോരാളിയെ പോലെ ഇന്ന് രാത്രി പറ, ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവത്തിനാണ് ഒരു തകർച്ച എനിക്ക് നേരിടാൻ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ. എല്ലാവരും അല്പസമയം സ്തോത്രത്തോടുകൂടി കർത്താവിൻ്റെ സന്നിധിയിൽ ആയിരിക്കാം. ഇന്ന് രാത്രിയിൽ ഒരു സുവിശേഷകൻ മകനോട് പറഞ്ഞു, ഞാൻ ആരാണെന്ന് നീ ഓർത്തു വേണം ജീവിക്കുവാൻ. ഒരു സാധു സ്ത്രീ പറഞ്ഞു, ഈ പുസ്തകം വിശ്വസിച്ചാൽ ഈ പുസ്തകം നിന്നെ മാനിക്കും. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നമ്മളോട് ഇനിയും പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു ദൂത് 1 പത്രോസ് 3-7 വാക്യം. അവിടെ കുടുംബജീവിതത്തിൽ പറയുന്നൊരു വാചകമുണ്ട്, അവൾ നിന്റെ കൂട്ടാളി. 1 പത്രോസ് 3-7 ദൈവകൃപയ്ക്ക് കൂട്ടവകാശികൾ എന്ന് പറഞ്ഞാൽ ഭർത്താവും ഭാര്യയും ഒന്ന്. ദൈവകൃപയ്ക്ക് കൂട്ടവകാശികൾ എന്നോർത്ത് ബഹുമാനം കൊടുപ്പീൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അടിസ്ഥാനപരമായി പിശാച് നമ്മളെ ഒതുക്കിയത്, അടിസ്ഥാനപരമായി പിശാച് നമ്മളെ തകർത്തത്, ഇന്ന് രാത്രിയിൽ അതിനെ പൂർണ്ണ അളവിലൊന്ന് തിരിച്ചറിഞ്ഞ് ഒരു വലിയ ആത്മീക സമർപ്പണം നമ്മുടെ ഇടയിൽ ഉണ്ടായാൽ നമ്മൾ ജയിച്ച് മടങ്ങാൻ പോകുക. വിശ്വസിക്കണം, ജയത്തോടെ മടങ്ങാൻ പോകുക എന്ന് പറഞ്ഞാൽ കൂടെ പാർക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ, ഒന്നുകൂടി ഞാൻ പറയാം, ഭാര്യമാരെ ബഹുമാനിക്കണം എന്നാണ് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. ഒന്നുകൂടി ഞാൻ വ്യക്തമാക്കുന്നു, ഇന്ത്യയുടെ സംസ്കാരം സ്ത്രീകളെ ബഹുമാനിക്കുന്ന ഒരു സംസ്കാരമല്ലായിരുന്നു. പഴയ സംസ്കാരം, യഹൂദ സംസ്കാരം അത് തന്നെയായിരുന്നു. ജൂവിഷ് സിസ്റ്റവും മെയിൽ ഓറിയൻറ്റഡ് സിസ്റ്റമായിരുന്നു. ഇന്ത്യൻ സംസ്കാരവും യഹൂദ സംസ്കാരവും സ്ത്രീകൾ 2ാം കിട പൗരന്മാരെന്നുള്ള നിലയിൽ കാണുന്നൊരു സംസ്കാരമായിരുന്നു. എന്നാൽ ആ സംസ്കാരത്തെ തിരുത്തിക്കുറിച്ച പുസ്തകത്തിൻ്റെ പേരാ വേദപുസ്തകം. പ്രൈസ് ദി ലോർഡ്. എന്നെ വളരെ ചിന്തിപ്പിച്ചു. ഭർത്താക്കന്മാരോട് ദൂത് പറയുമ്പോൾ ഇവിടെ അപ്പോസ്തലൻ പറയുന്നൊരു വാചകം, അവൾ നിന്റെ കൂട്ടാളിയാ. കൂട്ടാളി എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു വാക്ക് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. എന്നറിയാമോ? ദൈവകൃപയ്ക്ക് അവർ കൂട്ടവകാശികളാ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുന്നിൽ അവളും നിന്നെ പോലെ നിൽക്കേണ്ടവളാ. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ നിന്റെ ഉള്ളിലും അവളുടെ ഉള്ളിലുമുള്ള ആത്മാവിനെ ഒരുപോലെ കാണുന്നവനാണ് ജീവനുള്ള ദൈവം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ചില കുടുംബങ്ങളുടെ അസന്തുലിതാവസ്ഥയെ പരിശുദ്ധാത്മാവ് നികത്തുന്ന രാത്രിയായി തീരും. ഞാനത് വിശ്വസിക്കുന്നു. ദൈവാത്മാവ് എന്നോട് വളരെ വ്യക്തമായി സംസാരിച്ച ചില ദൂതുകളാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ മുന്നിൽ നമ്മൾ ഒന്നാണ്. ആത്മാവിന് വിലയുണ്ട്, ആത്മാവിന് വിലയുണ്ട്. അവിടെ പുരുഷന്റെ ആത്മാവോ സ്ത്രീയുടെ ആത്മാവോ എന്നുള്ളതല്ല, ദൈവകൃപയ്ക്ക് കൂട്ടവകാശികൾ എന്ന് തിരിച്ചറിഞ്ഞ് ഒരുവളുടെ ആത്മീകം അല്ലെങ്കിൽ ഒരുവന്റെ ആത്മീകം ഇടിവ് വരുത്തുന്നതൊന്നും രണ്ടുപേരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകരുത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ നഷ്ടപ്പെട്ട ചില സന്തോഷത്തെ നമുക്ക് മടക്കി പിടിക്കാം. നഷ്ടപ്പെട്ട ആത്മശക്തിയെ നമുക്കൊന്ന് മടക്കി പിടിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആദാമിനോട് പറഞ്ഞത് ഒരു തുണയെന്നാ പറഞ്ഞത്, ഒരു തുണയെന്നാ പറഞ്ഞത്. നിന്നെ സഹായിക്കാൻ ഒരാളെന്നല്ല, നിന്റെ വീട്ടുജോലി ചെയ്യാൻ ഒരാളെന്നല്ല, പ്രൈസ് ദി ലോർഡ്, നിന്റെ കാര്യം നോക്കാൻ ഒരാളെന്നല്ല.
തക്ക തുണ എന്നൊരു പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ജീവിത അവസാനം വരെ ഒരു കൂട്ടവകാശി. എന്നെ ചിന്തിപ്പിച്ച ഒരു ഭാഗം കൂടി ഞാൻ വളരെ വേഗം ഒന്ന് പറയാം. ഒരു ഭാര്യ മരിച്ചുപോയി കഴിഞ്ഞപ്പോൾ ഒരു ഭർത്താവ് തൻ്റെ ഡയറിയിൽ കുറിച്ച ചില വാചകങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. ഭാര്യ മരിച്ചു പോയപ്പോൾ ചില ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ ഭർത്താവ് ഡയറിയിൽ കുറിച്ച ചില വാചകങ്ങൾ ഞാനൊന്ന് ഓടിച്ചു പറയാം. എല്ലാം പറയാൻ എനിക്ക് സമയമില്ല, നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. എന്നെ ഒത്തിരി അത് സ്പർശിച്ചു. പ്രൈസ് ദി ലോർഡ്. എന്താണെന്നറിയാമോ? നീ എനിക്ക് എത്രമാത്രം വിലപ്പെട്ടതായിരുന്നുവെന്ന് എനിക്കിതുവരെ മനസ്സിലായില്ലായിരുന്നു. നീ ക്ഷമയോടെ എന്നെ സഹിച്ച കാര്യം ഞാൻ ഇതുവരെ മനസ്സിലാക്കിയില്ല. ഒരു ഭാര്യയ്ക്ക് ഭർത്താവിന് എന്തുമാത്രം സഹായമായിരിക്കുമെന്ന് നീ പോകുന്നത് വരെ ഞാൻ മനസ്സിലാക്കിയില്ല. നീ മരിക്കുന്നത് വരെ നിന്നെ വേണ്ട വിധത്തിൽ പരിഗണിക്കുവാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ. സഹിഷ്ണുതയോടെ നീ സഹിച്ച അനേക കുരിശുകൾ ഞാൻ തിരിച്ചറിഞ്ഞില്ല. നീ വീട്ടിൽ ഒത്തിരി കഷ്ടപ്പെട്ടപ്പോൾ നിന്റെ ഹൃദയത്തിലുണ്ടായ ദുഃഖങ്ങൾ ഞാൻ മനസ്സിലാക്കിയില്ല. അവൾ ചിരിക്കുന്നത് വല്ലപ്പോഴും കണ്ടപ്പോൾ അവൾക്ക് എപ്പോഴും ഉള്ളിൽ സന്തോഷമാണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. ജീവനോടിരുന്നപ്പോൾ എനിക്കവളെ സഹായിക്കാമായിരുന്നു, പക്ഷെ എനിക്കത് സാധിച്ചില്ല. ആവശ്യമില്ലാതെ അവൾ എപ്പോഴും ദുഃഖിക്കുന്നവളാണെന്നും വെറുതെ കരയുന്നവളാണെന്നും ഞാൻ പലപ്പോഴും ചിന്തിച്ചു. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം അദ്ദേഹം കൺകുടി എന്നറിയാമോ? ഇപ്പോൾ ഞാൻ തനിയെയാണ്. അവളുടെ പുഞ്ചിരിച്ച മുഖത്തിന് പിന്നിൽ അവൾ എത്രത്തോളം ദുഃഖങ്ങൾ മറച്ചു വെച്ചെന്ന് ഇപ്പോൾ ഞാൻ അറിയുന്നു. എത്രത്തോളം അവൾ എനിക്കൊരു സന്തോഷമായിരുന്നു. അവളുടെ സഹിഷ്ണുതയും പുഞ്ചിരിയും ക്ഷമയും ഇത്രത്തോളം വലുതായിരുന്നുവെന്ന് ഞാൻ അന്ന് ഗ്രഹിച്ചില്ല. അവസാനം ദുഃഖകരമെന്ന് പറയട്ടെ, അവൾ ജീവിച്ചിരുന്നപ്പോൾ ഞാനിതൊന്നും മനസ്സിലാക്കിയില്ല. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഡയറി കുറിപ്പുകൾ അവസാനിപ്പിക്കുക. എനിക്ക് വളരെ അടുത്തറിയാവുന്ന ഒരു വാത്സല്യ പിതാവുണ്ട്. ഞാൻ അദ്ദേഹത്തെ ഒത്തിരി സ്നേഹിക്കുന്നു, എന്നെ ഒത്തിരി സ്നേഹിക്കുന്നു. അപ്രതീക്ഷിതമായി അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചു പോയപ്പോൾ ആ മനുഷ്യൻ എന്നെ പേഴ്സണലായിട്ട് വിളിച്ചു. ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹം എന്നോട് പറഞ്ഞ വാചകമുണ്ട്. അവൾ ഇത്ര വേഗം പോകുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇച്ചിരൂടി അവളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇച്ചിരൂടി അവളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുമായിരുന്നു എന്ന് പറഞ്ഞൊരു പൊട്ടിക്കരച്ചിലേക്ക് ആ മനുഷ്യൻ നീങ്ങുന്നത് ഞാൻ കണ്ടു. ഇന്ന് രാത്രി ഫെയ്ത്ത് സിറ്റി ദൈവസഭയുടെ ഫാമിലി ഫെസ്റ്റിവൽ എന്നുള്ള ഈ മഹാസമ്മേളനത്തിൻ്റെ അവസാന സെക്ഷനിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നമ്മളോട് ദൂതറിയിക്കാനുണ്ട്. ദൈവം നമ്മളെ കൂട്ടി യോജിപ്പിച്ചതാ. ദൈവഹിതപ്രകാരമുള്ളതിനെ ദൈവം ചേർത്ത് നിർത്തിയതാ. നമ്മുടെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയ ഭാഗ്യം നമ്മുടെ രക്ഷകനെ കണ്ടെത്തുവാൻ കഴിഞ്ഞു എന്നുള്ളതാ. ആ തീരുമാനം നമ്മൾ പ്രാവർത്തികമാക്കിയപ്പോൾ നമ്മളെ അന്ന് മുതൽ നമ്മുടെ വിശ്വാസ ജീവിതത്തെയും കുടുംബ ജീവിതത്തെയും തകർത്ത് കളയാനുള്ള പോരുകൾ പിശാച് തൻ്റെ അണിയറയിൽ നമുക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഒരുക്കിക്കൊണ്ടിരിക്കുക. അവൻ്റെ ഏറ്റവും പ്രധാന ലക്ഷ്യം നമ്മുടെ സന്തോഷത്തെ തല്ലിക്കെടുത്തുക എന്നുള്ളതാണ്. കുടുംബങ്ങളെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം എനിക്ക് വളരെ അടുത്തറിയാവുന്ന ഒരു വിശ്വാസി ഇവിടെ ഞാൻ തിരിച്ചു പോകുന്ന വഴിക്ക് അദ്ദേഹത്തിൻ്റെ വീട്. അദ്ദേഹം ഭവനത്തിൽ വലിയ പ്രശ്നമുണ്ടാക്കിയിട്ട് അദ്ദേഹം കാട്ടിനകത്തേക്ക് കയറിപ്പോയി. പ്രൈസ് ദി ലോർഡ്. 4 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു പാറയിടുക്കിൽ അദ്ദേഹം മരിച്ചിരിക്കുന്നതാണ് കണ്ടെത്തിയത്. അടക്കിയെങ്കിൽ ഇന്നലെ വല്ലതും അടക്കിയെങ്കിലേ ഉള്ളൂ. പത്രത്തിലൊക്കെ ന്യൂസ് ഉണ്ടായിരുന്നു. ഒരു വിശ്വാസിയാ, കണ്ടറിഞ്ഞ വ്യക്തിയാ. പിടിച്ചു നിൽക്കാൻ ഇന്ന് മനുഷ്യൻ പതറാനുള്ള കാരണം പിശാച് ഇന്ന് കുടുംബങ്ങളെ നോട്ടമിട്ടിരിക്കുന്നു, തലമുറകളെ നോട്ടമിട്ടിരിക്കുന്നു, ദൈവസഭയെ നോട്ടമിട്ടിരിക്കുന്നു. സഭയെ നോട്ടമിട്ടാൽ അവൻ്റെ കണ്ണ് നേരെ പോകുന്നത് കുടുംബങ്ങളിലേക്കാ, വ്യക്തികളിലേക്കാ. അവിടെ ക്ഷീണിച്ചാൽ ആരാധന ബലഹീനമാകും. അവിടെ ക്ഷീണിച്ചാൽ വീര്യം കുറയും. അവിടെ ക്ഷീണിച്ചാൽ ശക്തി ക്ഷയിക്കും. അതുകൊണ്ട് ഞാനൊരു ദൂത് പറയാം. പിശാചിൻ്റെ തന്ത്രങ്ങളെ നമ്മൾ അറിയാത്തവരായി ഇരിക്കരുത്. എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. എല്ലാവരും അല്പസമയം ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നാം സ്നേഹിക്കപ്പെടുന്നു എന്നുള്ള അറിവാ. നാം സ്നേഹിക്കപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം അതാ, നാം സ്നേഹിക്കപ്പെടുന്നു എന്നുള്ള അറിവാ. അതല്ലേ വേദപുസ്തകത്തിൻ്റെ ആകത്തുക. ഒരു തിയോളജിക്കൽ സമ്മിറ്റിൽ വിദ്യാർത്ഥികൾ പ്രൊഫസറോട് ചോദിച്ചു, സാറേ
സാർ ഈ പുസ്തകം 66 ഈ നീണ്ട ഈ പുസ്തകത്തെക്കുറിച്ച് അങ്ങ് പറഞ്ഞത് പലതും ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, പലതും ഗ്രഹിക്കാൻ പറ്റുന്നില്ല. എന്തുമാത്രം അങ്ങ് പറഞ്ഞത് ഈ വലിയ പുസ്തകത്തെക്കുറിച്ച്. അങ്ങേക്ക് ഒറ്റ വാചകത്തിൽ ഇതൊന്ന് ഡിഫൈൻ ചെയ്യാമോ? ഒരു ഡെഫിനിഷൻ ഹോൾ ബൈബിളിനൊന്ന് ഡിഫൈൻ ചെയ്യാമോ? ഒരു നിമിഷം നിശബ്ദനായി നിന്നതിന് ശേഷം ആ പ്രൊഫസർ തൻ്റെ മുന്നിൽ നിന്ന കുഞ്ഞുങ്ങളോട് പറഞ്ഞ വാചകം എന്നറിയാമോ? കുഞ്ഞുങ്ങളെ, ഈ പുസ്തകം ഡിഫൈൻ ചെയ്യാൻ ഒരു വാചകമൊന്നും വേണ്ട, ഒരൊറ്റ വാക്ക് മതി. അതാണ് സ്നേഹം. പ്രൈസ് ദി ലോർഡ്. സ്നേഹം. പ്രൈസ് ദി ലോർഡ്. ലവ്. അതാ ഈ പുസ്തകത്തിൻ്റെ ആകത്തുക. അത് പഴയ നിയമത്തിലാണെങ്കിലും പുതിയ നിയമത്തിലാണെങ്കിലും ദ ഹോൾ ബൈബിൾ വി ക്യാൻ ഡിഫൈൻ ദിസ് ഇൻ എ സിംഗിൾ വേർഡ്, ദാറ്റ് ഈസ് ലവ്. പ്രൈസ് ദി ലോർഡ്. അതാണ് നിലനിൽക്കുന്നത്. എല്ലാറ്റിൻ്റെയും അടിസ്ഥാനമതാ. കുടുംബജീവിതത്തിൻ്റെ അടിസ്ഥാനമതാ. ക്ഷമിക്കാൻ കഴിയാത്ത ഭർത്താക്കന്മാരിന്ന് പെരുകുകയല്ലേ? എന്താണ് വേദപുസ്തകത്തിൽ ക്ഷമയെക്കുറിച്ച് പറയുമ്പോൾ പൗലോസ് ഉപയോഗിച്ചിരിക്കുന്ന ഭാഗം? കൊരിന്ത് ലേഖനത്തിൽ പൗലോസിൻ്റെ പ്രസിദ്ധമായ ഒരു വാചകമുണ്ട്. അതെ, ഈ ഭാഗത്ത് തന്നെ എഫേസ്യ ലേഖനത്തിൽ പൗലോസിൻ്റെ പ്രസിദ്ധമായൊരു വാചകം, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഉള്ള സ്നേഹം. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ. ആ സ്നേഹം നമുക്കെല്ലാവർക്കും അറിയാം. ക്രിസ്തു എങ്ങനെയാ നമ്മെ സ്നേഹിച്ചെന്ന്? സഭയെന്ന് പറഞ്ഞാൽ നമ്മളെയാ, നമ്മളാ സഭ. ഓർത്തോണേ, അടിസ്ഥാനം നമ്മളാ, അതാ സഭ. പിശാച് നോട്ടം വിടുന്നത് ദൈവസഭകളെയാ, മറന്നു പോകരുത്. അത്യന്തികമായി നമ്മളിലേക്ക് അവൻ്റെ ശരങ്ങൾ വന്നെത്തുകയാ. കാരണം ഇവിടെ അടിസ്ഥാനം കിടക്കുന്നത്. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ എന്നൊരു പദം ഉപയോഗിച്ചിരിക്കുക. എന്താ പദത്തിൻ്റെ പ്രത്യേകത? പൗലോസ് ഒരു തിയോളജിയൻ ആണെങ്കിൽ തിയോളജിയൻ, ഒരു ഫിലോസഫർ എന്ന് ചോദിച്ചാൽ ഫിലോസഫർ, റൈറ്റർ എങ്കിൽ റൈറ്റർ, പ്രീച്ചർ എങ്കിൽ പ്രീച്ചർ. അദ്ദേഹത്തിൻ്റെ എല്ലാ കഴിവുകളും ചേർന്ന ഒരു ഉദാഹരണമാണ് പൗലോസ് എന്നുള്ള പേര് തന്നെ വിളിച്ചറിയിക്കുന്നത്. അദ്ദേഹം ഭർത്താവ് ഭാര്യയെ എങ്ങനെ സ്നേഹിക്കണം എന്നുള്ള സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം നേരെ പോയ സ്ഥലമാണ് കാൽവറി. ഒത്തിരി സ്നേഹം അദ്ദേഹത്തിന് അറിയാം. മാതൃസ്നേഹം അറിയാം, ഒത്തിരി സ്നേഹങ്ങൾ, മക്കൾ അമ്മയപ്പന്മാരെ സ്നേഹിക്കുന്ന സ്നേഹം അറിയാം, സഹോദര സ്നേഹം അറിയാം. പക്ഷേ ഈ സ്നേഹത്തെക്കുറിച്ച് പറയേണ്ടി വന്നപ്പോൾ അദ്ദേഹം നേരെ പോയ സ്ഥലത്തിൻ്റെ പേരാ കാൽവറി. ഇംഗ്ലീഷിൽ അദ്ദേഹത്തിന് ഒരു പദം അന്ന് കിട്ടിക്കാണത്തില്ല, അല്ലെങ്കിൽ എബ്രായ ഭാഷയിലോ അരാമയ ഭാഷയിലോ ഒരു പദം കിട്ടിയില്ല. അദ്ദേഹം നേരെ പോയത് ഗ്രീക്ക് ഭാഷയിലേക്ക്. ക്ലാസിക്കൽ ഗ്രീക്ക് ലാംഗ്വേജിൽ അദ്ദേഹം ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കേണ്ട സ്നേഹത്തെക്കുറിച്ച് പരതിയപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ ഏറ്റവും വലിയ പദം ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ എന്നുള്ള പദമാണ്. അതിന് അദ്ദേഹം എഴുതിയ വാക്കാണ് അഗാപ്പെ. അഗാപ്പെ എന്നുള്ള പദം ഇത് അൺകണ്ടീഷണൽ സാക്രിഫിഷ്യൽ ലവ്. ഫെയ്സിറ്റി സഭയുടെ ഈ ഫാമിലി ഫെസ്റ്റിവൽ കഴിയുമ്പോൾ അകമഴിഞ്ഞ സ്നേഹത്തിൻ്റെ ഉറവകൾ നമ്മുടെ കുടുംബങ്ങളിൽ പൊട്ടിപ്പുറപ്പെട്ട് നമ്മുടെ ആരാധനകളിൽ, കുടുംബജീവിതത്തിൽ, സമൂഹത്തിൽ, തലമുറകളുടെ മുന്നിൽ ഈ ദിവസങ്ങളിൽ അത് പ്രതിഫലിച്ചേ മതിയാകത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ സ്വർഗം ഇന്ന് രാത്രിയിൽ നമ്മളിൽ പ്രസാദിക്കുന്ന സമയമാണ്. ക്രിസ്തു സഭയെ സ്നേഹിച്ചത് സ്വന്തം ജീവനെ തൃണവൽക്കരിച്ചു, സ്വന്തം ജീവനെ വിട്ടുകൊടുത്തു, സ്വന്തം ജീവനെ മറന്നു കളഞ്ഞിട്ട് തൻ്റെ അവസാനത്തുള്ളി രക്തവും കാൽവറിയുടെ കൊലക്കളത്തിൽ നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി ഊറ്റിക്കൊടുത്ത് നമ്മളെ സ്നേഹിച്ച സ്നേഹത്തിൻ്റെ പേരാ യേശു ക്രിസ്തു. എല്ലാവരും ചേർന്ന പേരൊന്ന് പറഞ്ഞാട്ടെ, യേശു ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. ഇതുപോലെ ഒരു സ്നേഹം ഈ ഭൂമിയിൽ ഉണ്ടായിട്ടില്ല. ഇതുപോലെ ആരും നമ്മളെ സ്നേഹിച്ചിട്ടില്ല. ആ സ്നേഹത്തിൻ്റെ ആഴം വർണ്ണിക്കുവാൻ ഇന്ന് രാത്രിയിൽ എനിക്ക് വാക്കുകൾ പോരെ. പ്രിയമുള്ളവരെ, കുടുംബജീവിതത്തിലെ അന്യോന്യമുള്ള സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ പൗലോസ് ഉപയോഗിച്ചിരിക്കുന്ന പദമാണ് അഗാപ്പെ. അടുത്തത്, ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങണം എന്നുള്ള പദം വരുമ്പോൾ പൗലോസ് വിട്ടുകളഞ്ഞില്ല. അവിടെ പറയുന്നത് എന്താ? സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്നത് പോലെ. എല്ലാം അങ്ങ് അദ്ദേഹം ആത്മീക വിഷയത്തിലേക്ക് കമ്പയർ ചെയ്ത് കളഞ്ഞു. അത്രയ്ക്ക് ഗൗരവമാണ്. ഞാൻ വിചാരിച്ചു എന്തുകൊണ്ടാണ് പൗലോസ് ക്രിസ്തുവിനെ കുറിച്ചും സഭയെക്കുറിച്ചുമൊക്കെ ഭർത്താവിനെയും ഭാര്യയെയും കുടുംബജീവിതത്തെയും ഉപമിക്കുവാൻ കാരണമെന്ന് ചിന്തിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. പ്രിയമുള്ളവരെ, ആ സ്വർഗം നമ്മുടെ ജീവിതത്തിന് കൊടുത്തിരിക്കുന്ന വില നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറമാണ്. പ്രൈസ് ദി ലോർഡ്. വിചാരിക്കുന്നതിലും അപ്പുറമാണ്. ഞാൻ അതുകൊണ്ട് ഇച്ചിരി വേഗത്തിൽ ഒന്ന് പോകാം. കുടുംബജീവിതം എന്ന് പറയുന്നത് എത്രാമത്തെ ഒരു കെട്ടിടത്തെ ഒന്ന് അസ്യൂം ചെയ്ത്, ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ദൈവത്തോട് ചേർന്നുള്ള നമ്മുടെ നടപ്പ. അവൻ്റെ കൽപ്പനകൾ അനുസരിച്ച് അവൻ്റെ മക്കളായി തീർന്ന് വേറെപ്പെട്ട ദൈവത്തെ ആരാധിക്കുന്ന നടപ്പ നമ്മുടെ ജീവിതത്തിൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പ്, അല്ലെങ്കിൽ ഒന്നാമത്തെ നില. പ്രൈസ് ദി ലോർഡ്.
ഫൗണ്ടേഷൻ അവിടെയാ. യേശു ക്രിസ്തുവിൻ്റെ മക്കളായി തീർന്നു. രക്ഷ വ്യക്തിപരമാ, രക്ഷ കുടുംബമായിട്ടല്ല, രക്ഷ വ്യക്തിപരം. പ്രൈസ് ദി ലോർഡ്. അതിൽ നമ്മൾ വിജയിച്ചു. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചു. രക്ഷ വ്യക്തിപരം, ആരാധന വ്യക്തിപരം, പ്രാർത്ഥന വ്യക്തിപരം, എല്ലാം വ്യക്തിപരമാ, കൂട്ടത്തിലുള്ള പരിപാടിയില്ല. അതിൽ നമ്മൾ വിജയിച്ചു. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആ. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ നല്ല നടപ്പ്. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ സ്റ്റെപ്പാണ് കുടുംബജീവിതം. പ്രൈസ് ദി ലോർഡ്. മൂന്നാമത്തെ സ്റ്റെപ്പ് മാത്രമാണ് നമ്മുടെ ജോലി, നമ്മുടെ ബിസിനസ്, നമ്മുടെ മിനിസ്ട്രി. ബാക്കിയെല്ലാം മൂന്നാം നിലയാ. പ്രൈസ് ദി ലോർഡ്. ഒന്നും രണ്ടും നിലയിൽ നമ്മൾ സക്സസ് ആയാൽ മൂന്നാം നിലയുടെ വിഷയങ്ങൾ ജയത്തോടെ നടത്താൻ സ്വർഗം മതിയായവൻ. വിശ്വസിച്ചൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് ഒരു ചെറിയൊരു മടങ്ങി വരവ് നമ്മുടെ ഇടയിൽ സംഭവിക്കുന്ന സമയമായി തീരട്ടെ. ഹല്ലേലൂയ. ഒന്നുകൂടി ഞാൻ പറയാം. ഒന്ന് നമ്മുടെ ആത്മീകം, പ്രൈസ് ദി ലോർഡ്. രണ്ട് കുടുംബം, മൂന്ന് ബാക്കിയെല്ലാം. ഇന്ന് നമുക്ക് പറ്റിയിരിക്കുന്ന ഒരു പരാജയം, നമ്മൾ നേരെ റിവേഴ്സ് അടിച്ചു. റിവേഴ്സാ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമുക്ക് ഒന്നാം സ്ഥാനം നമ്മുടെ മിനിസ്ട്രി, നമ്മുടെ ജോലി, നമ്മുടെ ബിസിനസ്, നമ്മുടെ കാര്യങ്ങൾ. പ്രൈസ് ദി ലോർഡ്. രണ്ടാം സ്ഥാനം കുടുംബം വേണേ കൊടുക്കും. മൂന്നാം സ്ഥാനം ആത്മീകം. പ്രൈസ് ദി ലോർഡ്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മൾ ഒരുമിച്ചല്ലേ ചിന്തിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഒന്ന് നമ്മുടെ വരുമാനം, അല്ലെങ്കിൽ ബിസിനസ്, അല്ലെങ്കിൽ ജോലി. രണ്ട് ഒരുപക്ഷെ കുടുംബം, സമയമുണ്ടെങ്കിൽ തലമുറകൾ, വീട്ടുകാര്യം. മൂന്ന് ആത്മീകം. ദൈവം വിചാരിക്കുന്നതിൻ്റെ നേർവിപരീതമായി ആയിരങ്ങളെ പിശാച് ഒതുക്കിക്കളഞ്ഞ മണ്ഡലത്തിൽ ഇന്ന് രാത്രിയിൽ നമുക്കൊന്ന് റിവേഴ്സ് അടിക്കാം. നമുക്കൊന്ന് തിരിച്ചു വരാം. ഒന്നാമത് ആത്മീകം. വേദപുസ്തകത്തിൽ മനോഹരമേറിയൊരു വാക്യമുണ്ട്. എന്താണെന്നറിയാമോ? സീക്ക് ye first the kingdom of God and his righteousness. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടി ഒന്ന് പറഞ്ഞേ, ഇതൊക്കെയും എടുത്തു പറയാൻ ചിലത് നൽകി അവൻ നമ്മളെ ആദരിക്കും. പ്രൈസ് ദി ലോർഡ്. അവൻ നമ്മളെ ആദരിക്കും. ഞാൻ ഒന്നുകൂടി പറയാം പ്രിയമുള്ളവരെ, ജീവിതത്തിൻ്റെ ഒത്തിരി പ്രതിസന്ധി കണ്ട ഭക്തന്മാരുണ്ട്. ഒരുപക്ഷെ ഒത്തിരി കുറ്റങ്ങൾ നമ്മുടെ ഭാര്യമാരെക്കുറിച്ചും ഒക്കെ നമുക്ക് പറയാൻ കാണും. മഹാനായ ജോൺ വെസ്ലി എന്ന് പറയുന്ന ഒരു സുവിശേഷകനെ കേട്ടിട്ടില്ലേ? അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധി അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്നു. പക്ഷെ വെസ്ലിയെക്കുറിച്ച് ചരിത്രം എഴുതുമ്പോൾ ചരിത്രത്തിൽ എഴുതിയിരിക്കുന്ന ഒരു ഭാഗമുണ്ട്, എന്നെ സ്പർശിച്ചു. താൻ പുറത്ത് എവിടെയെങ്കിലും സംസാരിക്കുമ്പോൾ തൻ്റെ ഒരൊറ്റ പ്രസംഗത്തിൽ പോലും ഇളക്കിമറിക്കുന്ന ഒരു സുവിശേഷകനാ. തൻ്റെ ഭാര്യയ്ക്ക് വിരോധമായി ഒരു നെഗറ്റീവ് വേർഡ് പോലും ആ മനുഷ്യൻ ഉപയോഗിച്ചിട്ടില്ല. എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു. ഒത്തിരി പ്രതിസന്ധി ഉണ്ടായി. മഹാനായ വില്യം കേറി, അദ്ദേഹം ഏറ്റവും അധികം ക്രൈസിസ് അനുഭവിച്ചത് തൻ്റെ ഭാര്യ ഡൊറോത്തിയിൽ നിന്നായിരുന്നു. ഡൊറോത്തി അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നതുപോലും ആ സ്ത്രീക്ക് ഇഷ്ടപ്പെട്ടില്ല ഒത്തിരി. പക്ഷേ മഹാനായ വില്യം കേറി ആ സ്ത്രീ മരിക്കുന്നതുവരെ അല്ല, അതിനുശേഷവും ഒരു മേഖലകളിലും അവളെ കുറ്റപ്പെടുത്തുന്ന ഒരു ശബ്ദം അവൻ്റെ വായിൽ നിന്നുണ്ടായില്ല. ഇവരൊക്കെ വിശ്വസിച്ച വിശ്വാസ പ്രമാണം എന്താണെന്നറിയാമോ? ദൈവം ഞങ്ങളെ യോജിപ്പിച്ചു. അടിസ്ഥാനം ശരിയായാൽ ആരാധന ശരിയാകും. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥന ശരിയാകും. അതായിരുന്നു അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വിജയം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എനിക്കും നിങ്ങൾക്കും ദൈവം ദാനമായി കുടുംബജീവിതം തന്നുവെങ്കിൽ അതിനെ നോട്ടമിടുന്ന ഒരന്ധകാര ശക്തി ഉണ്ട്. ഉൽപ്പത്തി മുതൽ ഇന്ന് വരെ ആ പോരാട്ടം നമുക്ക് വിരോധമായി നടന്നുകൊണ്ടിരിക്കുക. പിടിച്ചു നിൽക്കാൻ രണ്ട് ഉപാധികൾ ഞാനങ്ങ് വേഗം പറയാം. ഒന്ന്, ലോയൽറ്റി ടു ദ മാസ്റ്റർ. നമ്മളെ വിളിച്ചവനോട് നമുക്കൊരു കടപ്പാടുണ്ടായിരിക്കണം. നമ്മുടെ രക്ഷകനോട് നമുക്കൊരു കടപ്പാടുണ്ടായിരിക്കണം. ഒന്നാം സ്ഥാനം നമ്മുടെ കർത്താവിനായിരിക്കണം. പുട്ടിങ് ഹിം ഫസ്റ്റ്. അവനെ ഒന്നാം സ്ഥാനത്ത് നിർത്തണം. പ്രൈസ് ദി ലോർഡ്. രക്ഷകനെ ഒന്നാം സ്ഥാനത്ത് നിർത്തണം. വിവാഹവേദികളിൽ കരങ്ങൾ പിടിച്ച് യോജിപ്പിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ ഇപ്രകാരം പറയാറുണ്ട്: നിങ്ങളെ യോജിപ്പിക്കുന്നുവെങ്കിലും യോജിപ്പിക്കുന്നത് ഞങ്ങളല്ല, അദൃശ്യ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് നിങ്ങളെ യോജിപ്പിക്കുന്നത്. ആ കർത്താവിന് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാധാന്യം കൊടുത്താൽ, ഞങ്ങൾ യോജിപ്പിക്കുന്ന കരം എവിടെയെങ്കിലും വിടണമെന്ന് തോന്നിയാൽ അകന്നു പോകുന്ന കരത്തെ അവൻ ചേർത്ത് നിർത്തും. നിങ്ങൾ താണുപോകുന്നെന്ന് തോന്നിയാൽ താണുപോകുന്ന നിങ്ങളെ അവൻ കരം പിടിച്ചുയർത്തും. നിങ്ങൾ പതറിപ്പോകുന്നെന്ന് തോന്നിയാൽ അവൻ കൂടെ നിന്ന് നിങ്ങളെ ആദരിക്കും. പ്രൈസ് ദി ലോർഡ്.
ഞാൻ ഒന്നും കൂടി പറഞ്ഞാൽ, യേശു ക്രിസ്തുവിന് ജീവിതത്തിൽ പ്രഥമ സ്ഥാനം കൊടുത്ത ആരും ഇന്ന് വരെ ലജ്ജിച്ചു പോയിട്ടില്ല. ലജ്ജിച്ചു പോയിട്ടില്ല. ലജ്ജിച്ചു പോയിട്ടില്ല. അതിന് ഈ പുസ്തകം സാക്ഷി, ചരിത്രം സാക്ഷി, ഇവിടെ ഇരിക്കുന്ന പല ദൈവദാസന്മാരും സാക്ഷി. പ്രൈസ് ദി ലോർഡ്. അവരെ ആദരിക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. മഹാനായ നെപ്പോളിയൻ ഫ്രാൻസിൻ്റെ എംപററായിരുന്നു. അദ്ദേഹം യുദ്ധപ്രിയനായിരുന്നു. അദ്ദേഹം പടയാളികൾക്ക് യുദ്ധത്തിന് വേണ്ടി ആഹ്വാനം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് തോന്നി, ഇങ്ങനെ ഒന്നും അവരെ ട്രീറ്റ് ചെയ്താൽ പോരാ, ഇച്ചിരൂടെ ട്രീറ്റ് ചെയ്യണം. അവസാനം അദ്ദേഹം ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. നിങ്ങൾ എനിക്ക് വേണ്ടി വിശ്വസ്തയോടെ നിന്നാൽ നിങ്ങളുടെ വീട്ടുകാര്യം മുഴുവൻ ഗവൺമെൻറ്റിൽ നിന്ന് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? നിങ്ങൾക്കൊരാവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ട്രഷറിയിൽ വരണം, ഖജനാവിൽ വരണം. നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കും അവിടെ നിന്ന് പണം തരും. നിങ്ങൾ കടം മേടിക്കേണ്ടി വരത്തില്ല. നിങ്ങൾ തകർന്നു പോകേണ്ടി വരത്തില്ല. നിങ്ങൾക്കൊരു തകർച്ചയും നേരിടത്തില്ല. നിങ്ങളുടെ എല്ലാ വിഷയങ്ങളും ഗവൺമെൻറ് ഏറ്റെടുത്തിരിക്കുന്നു. ഇദ്ദേഹം ഈ പ്രസ്താവന പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ പടയാളികൾക്കെല്ലാം ഒരു പുത്തൻ ഊർജ്ജമായി. പ്രൈസ് ദി ലോർഡ്. പുത്തൻ ആവശ്യമായി. ചിലർ വിചാരിച്ചറിയാമോ, എടാ പോർക്കളത്തിൽ ഞാൻ മരിച്ചു പോയാലും എൻ്റെ ഭാര്യയും മക്കളും അനാഥരാകത്തില്ല, കാരണം എൻ്റെ ചക്രവർത്തി എനിക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. പക്ഷേ സെൻറ്റ് ഹെലീന ദ്വീപിൽ ഒന്നുമില്ലാത്തവനായി ബ്രിട്ടീഷ് ഇംഗ്ലണ്ടിൻ്റെ ഒരു പ്രഭു അദ്ദേഹത്തെ തോൽപ്പിച്ച് നാടുകടത്തി. രാജ്യവും പദവിയും അധികാരവും നഷ്ടപ്പെട്ട് ദ്വീപിൽ ഒരു പാറപ്പുറത്ത് മലന്ന് കിടന്നുകൊണ്ട് നെപ്പോളിയൻ പറഞ്ഞൊരു വാചകമുണ്ട്. ഇപ്പോൾ നെപ്പോളിയൻ മനസ്സിലാക്കുന്നു, മനുഷ്യരാൽ അസാധ്യമായ ഒത്തിരി കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തിനത് മനസ്സിലായി. കാരണം കേവലം ഒരു മനുഷ്യനായിരുന്നു. എന്നാൽ ഇന്ന് രാത്രി നമ്മുടെ രക്ഷകൻ, അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ, സൃഷ്ടിച്ചവൻ, തലമുറകളെ നമുക്ക് ദാനമായി നൽകിയവൻ, അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം നമുക്ക് നൽകിയവൻ, അല്ല വിശ്വാസ ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്തിയവൻ ഇന്ന് രാത്രി ഒരു ഉറപ്പ് തരുന്നു, ഞാൻ നിങ്ങളോടുകൂടെ കാണും. പ്രൈസ് ദി ലോർഡ്. എത്ര പേർ വിശ്വസിച്ച് കർത്താവിനൊന്ന് സ്തോത്രം ചെയ്യും? ശബ്ദമുയർത്തി ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. രണ്ടാമത്, നമ്പർ 1 ലോയൽറ്റി ടു ദ മാസ്റ്റർ. 2 ലവ് ടു ദി മാസ്റ്റർ. നമ്മുടെ യജമാനനെ നമ്മൾ സ്നേഹിക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ സ്നേഹമാണ് നമ്മുടെ ആരാധന. ഈ സ്നേഹമാണ് നമ്മുടെ പ്രാർത്ഥന. നമ്മുടെ വീട്ടിൽ ഉയരുന്ന ഗാനങ്ങൾ ഈ സ്നേഹമാണ്. ഇത് കണ്ട് നമ്മുടെ തലമുറകൾ വളരണം. പ്രൈസ് ദി ലോർഡ്. ഇത് കണ്ട് നമ്മുടെ തലമുറകൾ വളരണം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ കുഞ്ഞിലെയൊക്കെ എൻ്റെ ഗ്രാൻഡ് മദറൊക്കെ പാടിയ പാട്ട് ഇപ്പോഴും എനിക്കറിയാം. അന്ന് കേട്ടതാണ്, പിന്നെ ആരും പാടുന്നത് പോലും കേട്ടിട്ടില്ല. ഉറങ്ങിക്കിടക്കുമ്പോൾ അവർ പാടുകയാ, ദൈവത്തെ സ്തുതിക്കുക. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഞാൻ അതുകൊണ്ട് ഒന്നുകൂടി പറയട്ടെ, യേശുക്രിസ്തുവിനോട് സ്നേഹമുണ്ടെന്ന് പറഞ്ഞ് ആ സ്നേഹം പ്രകടിപ്പിക്കാതിരിക്കരുതേ. ആ സ്നേഹം നമ്മുടെ ആരാധനകളിൽ പ്രതിഫലിക്കണം. പ്രൈസ് ദി ലോർഡ്. ആ സ്നേഹം നമ്മുടെ യോഗങ്ങളിൽ പ്രതിഫലിക്കണം. സഭായോഗം എന്ന് പറഞ്ഞാൽ നമുക്കൊരാവേശമായിരിക്കണം. ദൈവസന്നിധി എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇരട്ടി ആവേശമുണ്ടായിരിക്കണം. ഈ ദിവസങ്ങളിൽ ആത്മീകത്തിന് നമ്മൾ പ്രാധാന്യം കൊടുത്താൽ നമ്മുടെ ഭൗതിക വിഷയം സ്വർഗം ഏറ്റെടുക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഭൗതിക വിഷയം സ്വർഗം ഏറ്റെടുക്കും. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി പറയട്ടെ, നമ്മുടെ യജമാനനോടുള്ള സ്നേഹം ഇന്ന് രാത്രിയിൽ വർദ്ധിക്കണം. ആ സ്നേഹം വർദ്ധിച്ചാൽ അത് നമ്മുടെ കുടുംബത്തിൽ പ്രതിഫലിക്കും. കൽക്കട്ട യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ, സ്കോട്ടിഷ് മിഷണറിയായ അലക്സാണ്ടർ ഡഫിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹം വൈസ് ചാൻസലറാണ് കൽക്കട്ട യൂണിവേഴ്സിറ്റിയുടെ. മഹാനായ വില്യം കേറി, സറാംപൂർ യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപകൻ, മരണക്കിടക്കയിൽ കിടക്കുക. അവസാനമായി മരിക്കുമെന്ന് അറിവ് കിട്ടി. വൈസ് ചാൻസലർ അലക്സാണ്ടർ ഡഫ് ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്നപ്പോൾ വില്യം കേറി മരണാസന്നായി കിടക്കയിൽ കിടക്കുക. ഒന്ന് കൽക്കട്ട യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ, മറ്റേത് സറാംപൂർ യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപകൻ വില്യം കേറി. ഇവിടെ വന്ന് ഇങ്ങനെ നിന്നപ്പോൾ ഈ അലക്സാണ്ടർ ഡഫിന് തോന്നി, വില്യം കേറി ഒന്ന് ആശ്വസിപ്പിക്കണം, ഒന്ന് സന്തോഷിപ്പിക്കണം. അലക്സാണ്ടർ ഡഫ് വില്യം കേറിയോട് പറഞ്ഞു, ഓ വില്യം കേറി, നീ മഹാനാണ്. നീ എത്ര ഭാഷകളിൽ, 26 ഭാഷകളിൽ വേദപുസ്തകം പ്രിന്റ് ചെയ്തു, സതി നിർത്തലാക്കി, ചൈൽഡ് മാരേജ് നിർത്തലാക്കി, ഒത്തിരി കാര്യങ്ങൾ നീ ചെയ്തില്ലേ, നീ മഹാനാണ് എന്ന് ആദ്യം പറഞ്ഞപ്പോൾ വില്യം കേറി കൈ ഉയർത്തി കാണിച്ചു, ഇനിയും പറയരുത്. പ്രൈസ് ദി ലോർഡ്. രണ്ടാം പ്രാവശ്യം അലക്സാണ്ടർ ഡഫ് ആവർത്തിച്ചു. വില്യം കേറി മുഖത്ത് ദേഷ്യം പ്രകടിപ്പിച്ചു. മൂന്നാം പ്രാവശ്യവും അലക്സാണ്ടർ ഡഫ്, വില്യം കേറി നീ മഹാനാണ്, നീ ഉന്നതനാണ്, നീ ശ്രേഷ്ഠനാണ് എന്ന് പറഞ്ഞപ്പോൾ പതുങ്ങിയ ശബ്ദത്തിൽ കരമുയർത്തി തടഞ്ഞുകൊണ്ട് വില്യം കേറി പറഞ്ഞു, മേലാൽ നീ ആ വാചകം ഇനിയും പറയരുത്. ഞാൻ മരിക്കും, നീയാണ് എൻ്റെ ഫ്യൂണറൽ സർവീസ് നടത്തേണ്ടത്. കാരണം നിന്നെ പോലെ വലിയൊരു മിഷണറി കൽക്കട്ടയിലില്ല.
നീ ആയിരിക്കും എൻ്റെ ഫ്യൂണറൽ സർവീസ് നടത്തുന്നത്. എൻ്റെ ഫ്യൂണറൽ സർവീസ് നടത്തുമ്പോൾ ഒരു പ്രാവശ്യം പോലും നീ പറയരുത് വില്യം ഗേറി മഹാനായിരുന്നു, വില്യം ഗേറി ശ്രേഷ്ഠനായിരുന്നു. എൻ്റെ പേരിൻ്റെ സ്ഥാനത്ത് നീ ചേർക്കേണ്ട ഒരു പേരുണ്ട്. നമുക്കൊരു രക്ഷകനുണ്ട്, അവനെത്ര മഹാൻ എന്ന് പറവീൻ. പ്രൈസ് ദി ലോർഡ്. അവനെത്ര വലിയവനെന്ന് പറവീൻ, അവനെത്ര ശ്രേഷ്ഠനെന്ന് പറവീൻ. ഈ ഫാമിലി കോൺഫറൻസിൻ്റെ ഈ സമാപന ഈ രാത്രിയിൽ, ഇന്ന് രാത്രിയിൽ നമ്മുടെ അധരങ്ങൾ ഒരുമിച്ച് പറയാം, നമ്മുടെ കർത്താവ് എത്ര വലിയവൻ, നമ്മുടെ കർത്താവ് എത്ര ശ്രേഷ്ഠൻ, ഇന്ന് വരെ നടത്തിയവൻ എത്ര മതിയായവൻ, നാളെയും നടത്താൻ അവൻ ശക്തനല്ലേ. എല്ലാവരും ചേർന്ന് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഞാനൊരു ഒറ്റ ഉറപ്പ് കൂടി പറഞ്ഞുകൊണ്ട് എൻ്റെ സമയം അപ്പോൾ തീരും. ഞാൻ സമാപനത്തിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നു. എന്നെ ഏറ്റവും അധികം ഈ കാലഘട്ടത്തിൽ സ്വാധീനിച്ച ഒരു സംഭവമാണ്. അതൊരു സക്സസ് ആയിരുന്നു ആ ചെറുപ്പക്കാരൻ. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ആ സംഭവം ഒന്ന് പറയാം. കോഴഞ്ചേരിക്കടുത്ത് നാരങ്ങാനം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, കോഴഞ്ചേരിക്ക് സമീപം. അവിടെ ഒരു സാധു വീട്. അപ്പൻ തികഞ്ഞ മദ്യപാനി, അമ്മ കൊയ്യും, വയലിൽ പോയി കൊയ്യും. മൂത്ത മകൾ സ്കൂളിൽ പഠിക്കുന്നു. ഇളയ മകന് ജനിച്ചപ്പോൾ ബുദ്ധി വേണ്ടതുപോലെ ഇല്ല. ബുദ്ധി വേണ്ടതുപോലെ ഇല്ലെന്ന് പറഞ്ഞാൽ അക്ഷരം തലേ കയറത്തില്ല. സ്കൂളിൽ കൊണ്ട് അമ്മയാക്കി, ഇവൻ അക്ഷരം മനസ്സിലാകത്തില്ല. ടീച്ചർമാർ പറഞ്ഞു സ്കൂളിൽ തുടങ്ങിയ ഇവനെ വീട്ടിൽ കൊണ്ടുപോകും, മറ്റു കുഞ്ഞുങ്ങളെ പഠിത്തം ഇവൻ തടയും, ഇവനൊന്നും മനസ്സിലാകത്തില്ല, ഇവനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ, അതുകൊണ്ട് ഇവനെ വീട്ടിൽ കൊണ്ടുപോകും. വീട്ടിൽ പറഞ്ഞു വിട്ടു. ഇവൻ വീട്ടിൽ വന്നു. അമ്മയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, പൊട്ടിക്കരയാനേ അറിയത്തുള്ളൂ. ഒരു ദിവസം കൊയ്യാൻ പോയപ്പോൾ ഈ കുഞ്ഞിനെ കൂടെ കൊണ്ടുപോയി. കൊച്ചു ബാലൻ, 5 വയസ്സ് പ്രായം. കൂടെ കൊയ്യുന്ന സ്ത്രീ ചോദിച്ചു, നീ എന്തിനാ മോനെ ഇവിടെ കൊണ്ടുവന്ന, സ്കൂളിൽ വിടേണ്ടതല്ലേ? പൊട്ടിക്കരഞ്ഞു. ഞാൻ എന്ത് ചെയ്യും? ടീച്ചർമാർ ഇവനെ ഉൾക്കൊള്ളുന്നില്ല. തല വളർച്ചയില്ല, ബുദ്ധി വളർച്ചയില്ല. എന്നാൽ ടീച്ചർമാർ പറയുന്നു അക്ഷരജ്ഞാനം ഇല്ല, ഗ്രഹിക്കുന്നില്ല. സ്ത്രീ ഈ കൂട്ടുകാരി വഴക്ക് പറഞ്ഞു, നീ അങ്ങനെ പറയരുത്, മക്കൾക്ക് വിദ്യ കൊടുക്കണം, മക്കളെ വിദ്യ അഭ്യസിപ്പിക്കണം. പൊട്ടിക്കരഞ്ഞു. ഞാൻ എന്ത് ചെയ്യും? ഈ സാധു സ്ത്രീ കൂട്ടുകാരി ഈ കുഞ്ഞിനെ അടുത്തോട്ട് വിളിച്ചു. നെൽക്കൂന കൂട്ടി വച്ചിരിക്കുക, കൊയ്തതെ മെതിച്ചു വച്ചിരിക്കുക. മുകളിൽ ഒരു തട്ട് കൊടുത്ത് നെൽമണി തെറിച്ച് താഴെ വീണു. ഈ പിഞ്ചു ബാലനെ മടിയിലിരുത്തിക്കൊണ്ട് ഈ സ്ത്രീ അവൻ്റെ വിരൽ പിടിപ്പിച്ച് എഴുതാൻ പോവുക. ഫേസ്ബുക്കിൽ ഫോട്ടോ ഇടാനൊന്നും ആരും ഇല്ലായിരുന്നു, ട്വിറ്ററോ വാട്സപ്പോ ഒന്നുമില്ല, ഒരു വയലാ. പക്ഷെ എഴുതിക്കുന്ന മുമ്പ് തലേ കൈവച്ച് ഈ സ്ത്രീ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. എന്നറിയാമോ? ദൈവമേ, ബുദ്ധിയില്ലാത്തവന് നീ ബുദ്ധി കൊടുക്കുന്നവനും ജ്ഞാനമില്ലാത്തവന് നീ ജ്ഞാനം കൊടുക്കുന്നവനുമെന്ന് ഞാൻ അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ പ്രാർത്ഥിക്കുന്നത് പോലെ പ്രാസമൊപ്പിച്ച പ്രാർത്ഥനയല്ല, ദൈവദാസന്മാർ പ്രാർത്ഥിക്കുന്നത് പോലെ മിനിറ്റുകളെടുത്ത പ്രാർത്ഥനയല്ല. അവർക്ക് കൊയ്യാനേ അറിയൂ, പക്ഷെ കുറിക്കുകൊള്ളുന്ന വാചകം അറിയാം. ഒരു വെല്ലുവിളിയായി സഹോദരിമാരെ ഏറ്റെടുക്കണം. ദൈവമേ, നീ ബുദ്ധിയില്ലാത്തവന് ബുദ്ധി കൊടുക്കുന്നവനും ജ്ഞാനമില്ലാത്തവന് ജ്ഞാനം കൊടുക്കുന്നവനെന്നും ഞാൻ അറിയുന്നു. ആ ചുണ്ടുവിരൽ പിടിപ്പിച്ച നെൽമണികളിൽ ഈ സ്ത്രീ അവനെ ആദ്യ അക്ഷരം കുറിപ്പിച്ചു. ഞാൻ തുറന്നു പറയട്ടെ, ആ നിമിഷം സ്വർഗം ആ കുഞ്ഞിൻ്റെ ബുദ്ധിയെ തൊട്ടു. ഹല്ലേലൂയ. ദൈവം ഒരു ദാനത്തെ തന്നെങ്കിൽ അതിനെ വകഞ്ഞ് പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ച് ജയമെടുക്കേണ്ടുന്ന ഒരു സമൂഹമാണ് ഇന്ന് രാത്രിയിൽ ഇവിടെ ഇരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഉത്തരവാദിത്തം മറന്നു കളയരുത്. ഇവൻ്റെ ബുദ്ധി വിശാലമായി. ഇവനങ്ങ് പഠിച്ചു, എല്ലാ ക്ലാസ്സിലും ഭയങ്കര വിജയമാണ്. പഠിച്ചവൻ പോകുക. +2 പരീക്ഷ എത്തി. ഭയങ്കര സ്കൂളിനൊക്കെ വലിയ സന്തോഷം. +2 പരീക്ഷയുടെ തലേ ദിവസം, നാളെ തുടങ്ങിയ 2 ആഴ്ച പരീക്ഷയാണ്. അപ്പോൾ ഇവൻ പഠിക്കുക. ഇവൻ പഠിത്തത്തിന് ആവേശമുള്ളതുകൊണ്ട് പുസ്തകമെല്ലാം മേശപ്പുറത്ത് എടുത്തിട്ടു, ബുക്കെല്ലാം മേശപ്പുറത്ത് എടുത്തിട്ടു പഠിച്ചുകൊണ്ടിരിക്കുക ആവേശത്തോടെ. സന്ധ്യ മയങ്ങുക. മദ്യപിച്ച് മതോന്മത്തനായി അപ്പൻ കയറി വരിക. അപ്പൻ കയറി വന്ന പിശാചല്ലേ, മദ്യവെച്ചിരിക്കില്ലേ. അപ്പൻ നോക്കിയപ്പോൾ, എടാ ഞാൻ കയറി വന്നിട്ട് മോൻ ചെറുക്കനെ മൈൻഡ് ചെയ്യുന്നില്ല, അവൻ്റെ ഒരു പഠിത്തം. ഇയാളെന്തെന്നറിയുമോ? ദേഷ്യപ്പെട്ടിക്കൊണ്ടുവന്ന് ഈ പുസ്തകം, ഗൈഡും പേപ്പറും നോട്ട്ബുക്കും എല്ലാം കൂടെ വാരി അങ്ങോട്ടെടുത്ത് മുറ്റത്തോട്ട് ഒറ്റ ഏറെറിഞ്ഞു. ഇസലോ തീർന്നില്ല. സിഗരറ്റും ബീഡിയൊക്കെ വലിക്കാൻ എളി വെച്ചിരുന്ന സിഗരറ്റ് ലൈറ്റ് അല്ലെ തീപ്പെട്ടി കയ്യിലുണ്ട്. അയാൾ ഒരച്ചിട്ട് അങ്ങോട്ട് കത്തുന്നില്ല. അയാൾ അടുക്കളയിൽ പോയി മണ്ണെണ്ണക്കുപ്പി എടുത്ത് ഈ പുസ്തകത്തിന് മേളിൽ അങ്ങോട്ട് വാരി ഒഴിച്ചു. എന്നിട്ട് തീപ്പെട്ടി കോരി അതിൻ്റെ മുകളിലോട്ടിട്ടു. ആളി അങ്ങ് കത്തി. നാളെ +2 പരീക്ഷ തുടങ്ങിയ
നമ്മളെപ്പോലെ ആണെങ്കിൽ പരീക്ഷയുടെ തലേദിവസം പഠിക്കുന്ന ഇവന് ഇച്ചിരി ബുദ്ധി ഉണ്ടായിരുന്നിരിക്കുക. ഇവൻ ആവേശത്തോടെ ഇരിക്കുക. പൊട്ടിക്കറിയും മയങ്ങിപ്പോയെന്നാ ഈ ബാലൻ. ഇവനങ്ങ് മയങ്ങിപ്പോയി, താഴെ വീണു. കാരണം പരീക്ഷ, ജീവിതം പോകുക, +2 എക്സാമിനേഷൻ. ഒച്ച കേട്ടുകൊണ്ട് ഏക സഹോദരി അകത്തുനിന്ന് ഓടി വന്ന് നോക്കിയപ്പോൾ പുസ്തകം കത്തുന്നു. ഇവൻ മയങ്ങി വീഴുന്നു. അവളും അലറിക്കറിയോ, എൻ്റെ കുഞ്ഞിൻ്റെ ഭാവി, സഹോദരൻ്റെ ഭാവി പോയല്ലോ, തീർന്നല്ലോ, ഒരു വർഷം പോയല്ലോ, പരീക്ഷ എങ്ങനെ എഴുതും? ഇവളിങ്ങനെ കത്തുന്ന തീയിൽ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ, ശ്രദ്ധിക്കണേ, ദൈവ പ്രവൃത്തിയെക്കുറിച്ച് പറയാനാ. നമ്മുടെ ദൈവം ആർക്കും കടക്കാരനല്ല. ഈ പുസ്തകക്കെട്ടിനിടയ്ക്കുന്നൊരു പേപ്പർ പറന്നു പോകുന്നു, ഒരു പേപ്പർ. അവൾക്ക് മനസ്സിലായില്ലടാ, ഇത്രയും കത്തിയിട്ട് ഒരെണ്ണം രക്ഷപ്പെടുന്നല്ലോ എന്നൊക്കെ അവൾ വിചാരിച്ച് ഇങ്ങനെ നിൽക്കുക. അവസാനം തീ കെട്ടു, എല്ലാം ചാരമായി, ഒരു പുസ്തകം പോലും ശേഷിച്ചില്ല. ഇയാൾ മയങ്ങി കട്ടിലോട്ട് വീണു. മദ്യമല്ലേ. ഇവളുടെ ഉള്ളിൽ, എടാ ഒരു പേപ്പർ പറന്നു പോയല്ലോ, ഒന്ന് കാണാം, ഒന്ന് നോക്കാം, എന്താണെന്നറിയാം. ജിജ്ഞാസ. ഏത് ബുക്കാ, ഏത് പുസ്തകത്തിൻ്റെ പേജാ? ഇവൾ പറമ്പിലെല്ലാം പരതിയിട്ടും കിട്ടിയില്ല. അവസാനം ഒരു തെങ്ങിൻ്റെ ചുവട്ടിൽ ഒരു വേരിൻ്റെ ഇടയ്ക്ക് ഒരു പേപ്പർ കഷ്ണം ഇരിക്കുന്നു. ഇവൾ ചാടി ആ പേപ്പർ, അവൾക്ക് മനസ്സിലായി ഇതാണ്. അവൾ ആദ്യം മുതൽ അവസാനം വരെ വായിച്ചു. തെങ്ങിൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് ഒരൊറ്റ അലർച്ച, എടാ പുസ്തകം കത്തിയാലും സാരമില്ല, നാളെ നിനക്ക് പരീക്ഷ എഴുതാം, ഹോൾ ടിക്കറ്റ് കത്തിപ്പോയിട്ടില്ല. 2012 സിവിൽ സർവീസ് എക്സാമിനേഷനിൽ 224ാമത്തെ റാങ്കിൽ ഈ പാസ്സായ ചെറുപ്പക്കാരൻ്റെ ചരിത്രമാണ് ഞാനിവിടെ പറഞ്ഞത്. ചെന്നൈയിൽ IAS ഓഫീസറാ. പ്രൈസ് ദി ലോർഡ്. നോക്കണേ, പോയ പോക്ക് നോക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഒരുവന്റെ ബുദ്ധിയെ തൊടാൻ ഒരുത്തൻ തീരുമാനിച്ചാൽ ലോകം മുഴുവൻ അവനെതിരെ തിരിഞ്ഞാലും, ഹല്ലേലൂയ, സ്വർഗം ഒരുത്തനെ മാനിക്കാൻ തീരുമാനിച്ചാൽ മുഴു ലോകവും അവനെതിരെ പദ്ധതികൾ ആവിഷ്കരിച്ചാലും, സാധാരണ കുടുംബമായിരിക്കാം, വിദ്യാഭ്യാസം കുറവായിരിക്കാം, കഴിവുകൾ കുറവായിരിക്കാം, എന്നാൽ സ്വർഗം ഒരു പദ്ധതി ആവിഷ്കരിച്ചാൽ അതിനെ അട്ടിമറിക്കാൻ ഇതുവരെ ഒരു ശക്തിക്കും സാധിച്ചിട്ടില്ലവേ ഇല്ല. വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് ഇന്ന് രാത്രി കർത്താവിനെ ഒന്ന് സ്തുതിക്കട്ടെ. ശമന രമന ഹസ്കലാദര പ്രൗഢമന. ഒരു പുസ്തകം, ഒത്തിരി പുസ്തകങ്ങളിൽ ഒരു പുസ്തകം തൻ്റെ ജീവചരിത്രത്തെ ആസ്പദമാക്കി ഈ ചെറുപ്പക്കാരൻ എഴുതി. അതാ വിഷയം, എൻ്റെ വിഷയം അതാ, ജീവചരിത്രം. ഈ സംഭവം വിവരിച്ചു. ഞാൻ ഈ പറഞ്ഞ സംഭവം കൺക്ലൂഡ് ചെയ്യുക, ഒരു കൺക്ലൂഷൻ. എന്തായാലും ഒരു കൺക്ലൂഷൻ വേണമല്ലോ എല്ലാത്തിനും. കൺക്ലൂഡ് ചെയ്ത് ആ പയ്യൻ, ആ ചെറുപ്പക്കാരൻ, ആ കലക്ടർ അല്ലെങ്കിൽ IASകാരൻ എഴുതിയ വാചകം എന്നെ സ്പർശിച്ചു. അദ്ദേഹം എഴുതി ഇപ്രകാരമാണ്: ഞാൻ താണ്ടിയത് കാനനപാതകളാണ്. കാനനപാതകളിൽ കല്ലും മുള്ളും നിറഞ്ഞ വഴികളാണ്. ഞാൻ താണ്ടിയ കാനനപാതകൾ കല്ലും മുള്ളും മാത്രമല്ലായിരുന്നു. ഓരോ ദിവസവും മദ്യപിച്ചതിന് ശേഷം എൻ്റെ അപ്പൻ വലിച്ചെറിയുന്ന മദ്യക്കുപ്പികൾ, പൊട്ടിച്ചെറിയ കുപ്പിച്ചില്ലുകളും ഞാൻ നടന്നു വന്ന വഴികളിൽ ഉണ്ടായിരുന്നു. കാനനപാതകളിലെ കല്ലുകളിലും മുള്ളുകളിലും ഈ കുപ്പിച്ചില്ലുകളിലും ചവിട്ടിയാണ് ഞാൻ ഓരോ ദിവസവും യാത്ര ചെയ്തത്. എൻ്റെ മുന്നിൽ പരവതാനി വിരിക്കാൻ ആരുമില്ലായിരുന്നു. എൻ്റെ മുന്നിൽ ടൈൽസ് ഇട്ട വഴികൾ കാണിച്ചു തരാൻ ആരുമില്ലായിരുന്നു. എൻ്റെ മുന്നിൽ ഞാൻ വിചാരിക്കുന്നത് പോലെ സുഗമമായ ഒരു വഴി ഒരുക്കാൻ ആരെയും ഞാൻ കണ്ടില്ല. ഞാൻ ഈ കാനനപാതകൾ താണ്ടി ഓരോ ദിവസവും മുന്നേറുമ്പോഴും ഓരോ മുള്ളിലും ഓരോ കല്ലിലും ഓരോ കുപ്പിച്ചില്ലിലും ഞാൻ ചവിട്ടുമ്പോൾ ഞാനും എൻ്റെ ദൈവവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ വാചകമായി എന്നെ സ്പർശിച്ചത്. കൺക്ലൂഡ് ചെയ്യുക, ഞാൻ സഞ്ചരിച്ച കാനനപാതകളിൽ ഞാൻ തനിയെ അല്ലായിരുന്നു, എൻ്റെ ദൈവം എന്നോട് കൂടെ ഉണ്ടായിരുന്നു. ഇന്ന് രാത്രി ഒരു ഉറപ്പും ധൈര്യവും പ്രാപിച്ചു വേണം ഈ യോഗം ഇന്ന് രാത്രിയിൽ അവസാനിക്കാൻ. ഇന്ന് രാത്രി ഒരു ദൈവശക്തിയുടെ കവിഞ്ഞൊഴുക്ക് നമ്മുടെ മേലുണ്ടാകണം. പിശാച് വാദിക്കുന്നതിന് വിട്ടുതരികയില്ല. ഞാൻ ഒന്നുകൂടി പറയാം. മോശയെ നോക്കി ഫറവോൻ വാദിച്ചു, എനിക്ക് ശേഷം സിംഹാസനം നിനക്ക്. മോശയെ നോക്കി ഫറവോൻ്റെ മകൾ പറഞ്ഞു, എൻ്റെ മകനായി നീ ഫറവോന് സിംഹാസനത്തിലിരിക്കണം. രാജ്യത്തിലെ പ്രജകൾ പറഞ്ഞു, നീ ഞങ്ങളുടെ ഫറവോനാകണം. തീർന്നില്ല, അവൻ്റെ സുഹൃത്തുക്കളും പറഞ്ഞു, നീ കൊട്ടാരത്തിൽ വാഴണം. കണ്ടവരും കേട്ടവരും അറിഞ്ഞവരും എല്ലാം സിംഹാസനത്തിലും ഫറവോന്യ സ്ഥാനത്തിലും രാജ്യത്തിൻ്റെ അധിപതിയായും അവനെ കണ്ടപ്പോൾ അവൻ്റെ സാധുവായ മാതാവ് മുറിയിൽ കയറി കരഞ്ഞ് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന, 4ാം തലമുറയിൽ ഒരുവൻ അങ്ങേക്ക് വേണ്ടി എഴുന്നേൽക്കുമെന്ന് അബ്രഹാമിനോട് അങ്ങ് പറഞ്ഞ വാഗ്ദത്തത്തിൻ്റെ നിവൃത്തി എൻ്റെ തലമുറയിൽ എനിക്ക് കാണണം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ തലമുറയിൽ എനിക്ക് കാണണം.
ഫറവോന്റെ വാദത്തെയല്ല സ്വർഗം ആദരിച്ചത്, രാജ്യത്തിൻ്റെ വാദത്തെയല്ല സ്വർഗം ആദരിച്ചത്, ഫറവോന്റെ പുത്രിയുടെ ഇഷ്ടത്തെയല്ല സ്വർഗം ആദരിച്ചത്, രാജ്യത്തിൻ്റെ ആവശ്യത്തെയല്ല സ്വർഗം ആദരിച്ചത്, ഫറവോന്റെ സിംഹാസനത്തിൻ്റെ അവകാശം പറച്ചിലിനെ അല്ല സ്വർഗം ആദരിച്ചത്. സ്വർഗം ആദരിച്ചത് ഈ സാധു സ്ത്രീയുടെ കണ്ണുനീരിനെയാ. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ഉറപ്പ് പറയാം, സാധുക്കളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്താത്ത ഒരുവൻ ഇന്ന് രാത്രി ഇവിടെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വിഷയങ്ങളിൽ ഇടപെടാൻ അവൻ ഇവിടെ വന്നിട്ടുണ്ട്. ചില അത്ഭുതങ്ങൾ ചെയ്യാൻ യേശു ഇവിടെ വന്നിട്ടുണ്ട്. ചില ഭവനങ്ങളെ പണിതെടുക്കാൻ യേശു ഇവിടെ വന്നിട്ടുണ്ട്. നഷ്ടപ്പെട്ടു പോയ സ്നേഹം മടക്കി തരാൻ യേശു ഇവിടെ വന്നിട്ടുണ്ട്. അകന്നിരിക്കുന്ന ചിലതിനെ അടുപ്പിക്കാൻ യേശു വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി ചില പോരാളികൾ എഴുന്നേൽക്കട്ടെ, യുദ്ധസന്നദ്ധർ എഴുന്നേൽക്കട്ടെ, പിടിച്ചെടുക്കുന്നവർ എഴുന്നേൽക്കട്ടെ, വിട്ടു തരത്തില്ലെന്ന് പറയുന്നവർ ഇവിടെ എഴുന്നേൽക്കട്ടെ. പിശാചിന് എൻ്റെ വീട്ടിൽ അവകാശമില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ചിലർ ഇന്ന് രാത്രിയിൽ ഇവിടെ എഴുന്നേൽക്കട്ടെ. പ്രാർത്ഥന ആഗ്രഹിക്കുന്നവർ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ, ധൈര്യമായി ഒന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. സമയത്തിലേക്ക് നമ്മൾ വന്നിരിക്കുന്നു. പ്രാർത്ഥന ആഗ്രഹിക്കുന്നവർക്ക് കരം ഉയർത്തിപ്പിടിക്കാം. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. കരം ഉയർത്തിയവർ മാത്രം ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. ആരും ഹോൾ വിട്ടു പോകരുതേ. വളരെ പ്രധാനപ്പെട്ട ഒരു സമയമായി കാണണം. യേശു ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. അവൻ വന്നെങ്കിൽ രോഗങ്ങൾ സൗഖ്യമാകും. അവൻ വന്നെങ്കിൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. അവൻ വന്നെങ്കിൽ ഇവിടെ അത്ഭുതങ്ങൾ നടക്കും. യേശു ഇവിടെ വന്നിട്ടുണ്ട്. വിശ്വസിച്ചാൽ ഇന്ന് രാത്രി ചില അത്ഭുതങ്ങൾ ഞാൻ അനുഭവിക്കും എന്നൊരു ചിന്ത നമുക്കൊന്ന് ഏറ്റെടുക്കാം. 2 പ്രാവശ്യം ബ്രെയിൻ സർജറി ചെയ്ത ഒരു സഹോദരി എനിക്കറിയാം. ഓപ്പൺ സ്കൾ സർജറി 2 പ്രാവശ്യം. ഇന്നും ജോലി ചെയ്യുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. സ്കള് ഓപ്പൺ ചെയ്ത സർജറി നമുക്ക് പേടിയാ. 2 പ്രാവശ്യം ചെയ്തതാണ്. വിദേശ രാജ്യത്ത് ജോലി ചെയ്യുന്നു. ഞാൻ ശുശ്രൂഷിക സഭയിലൊരു അംഗമാണ്. ആ സഹോദരി എഴുതിയൊരു ഗാനമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഭാരത്തോടിരിക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് ഗാനം ഒന്ന് സംസാരിക്കും. മുന്നോട്ട് വരാമോ? പ്രൈസ് ദി ലോർഡ്. നമുക്ക് അവസാനം ആ പാട്ടൊന്ന് പാടാം. പ്രൈസ് ദി ലോർഡ്. ആരും പോകരുത്. ഇല്ല, പാട്ട് പാടാൻ പിന്നെ അവസരം ഉണ്ടെങ്കിൽ അന്നേരം പാടിയാലും മതി. ഈ പാട്ടൊന്ന് ഓർത്തോണം. പരിശുദ്ധനാം താതനെ, കരുണയിൻ സാഗരമേ, ജീവിതയാത്രയതിൽ ഭാരങ്ങളേറിടുമ്പോൾ തളരാതെ ഓടിടുവാൻ തിരുകൃപ മതി എനിക്ക്. ആ ഗാനം ആ സഹോദരി എഴുതിയ ഗാനമാണ്. ഈ ഫാമിലി ഫെസ്റ്റിവലിൻ്റെ ഈ സമാപന സെക്ഷനിൽ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നമ്മളോട് സംസാരിച്ചിരിക്കുക. സ്വർഗത്തിന് നമ്മളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, പിശാചിന് നമ്മളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. എന്നാൽ നമ്മൾ സ്വർഗത്തിൻ്റെ മക്കളാ, വീണ്ടെടുക്കപ്പെട്ട മക്കളാ, രക്ഷിക്കപ്പെട്ട ദൈവജനമാ. ഒരവകാശവും പാടില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഒരു സ്വാതന്ത്ര്യം നമുക്ക് അനുഭവിക്കണം, ഒരു സ്വാതന്ത്ര്യം നമുക്ക് ഏറ്റെടുക്കണം. ആ സ്വാതന്ത്ര്യത്തോടെ മടങ്ങണം. പരിശുദ്ധാത്മാവ് സംസാരിച്ചിരിക്കുക. ഈ കാലഘട്ടത്തിൽ യേശുക്രിസ്തുവിന് വേണ്ടി നിൽപ്പാൻ നമ്മളെ വിളിച്ചുവെങ്കിൽ നമ്മുടെ യജമാനന് 1-ാം സ്ഥാനം കൊടുക്കാം. അവനോടുള്ള സ്നേഹം നമുക്ക് പ്രകടിപ്പിക്കാം. ഫെയ്ത്ത് സിറ്റി ദൈവസഭ ഉത്തരോത്തരം വർദ്ധിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ആത്മശക്തിയാൽ ദൈവജനം നിറയട്ടെ, ദൈവകൃപയാൽ നിറയട്ടെ. കുടുംബങ്ങൾ ശക്തമാകട്ടെ, സ്ഥിരതകൾ കുടുംബജീവിതത്തിൽ വരട്ടെ, അകന്നുപോയ തലമുറകൾ മടങ്ങി വരട്ടെ. ഇന്ന് രാത്രിയിൽ ഒരു വിജയത്തിൻ്റെ വെണ്ണിക്കൊടി നമുക്കൊന്ന് പാറിക്കാം, ചേർന്നൊന്ന് സ്തോത്രം ചെയ്യാം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഈ നിന്റെ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചില അത്ഭുതങ്ങൾ ഇവിടെ നടക്കട്ടെ, ചില രോഗങ്ങൾ സൗഖ്യമാകട്ടെ, അകന്നിരിക്കുന്ന ചിലത് അടുക്കട്ടെ. ഓ റബ ശബ്ദനാദര പ്രൗഢമന, വിട്ടുമാറിയ ചിലത് ചേർന്ന് നിൽക്കട്ടെ. അറ്റുപോയ സ്നേഹത്തിന്റെ ചങ്ങലകൾ ഇന്ന് രാത്രി കൂട്ടിയിണക്കട്ടെ. അനുസരണം കെട്ട ചിലതിന് മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ വ്യാപാരം ഉണ്ടാകട്ടെ. പോരാ, ചില രോഗികൾ സൗഖ്യമാകട്ടെ, ചില ഹാർട്ട് ഡിസീസുകൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ, ചില സ്പൈനൽ കോഡിന്റെ പ്രശ്നങ്ങൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ, ചില ഉദര രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ, ചില മാനസിക പ്രയാസങ്ങൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കരങ്ങളെ അടിച്ചെല്ലാവരും കർത്താവിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. പരിശുദ്ധാത്മാവിന്റെ വ്യാപാരം ഇന്ന് രാത്രി മൺകൂടാരങ്ങളെ. ഇന്ന് രാത്രി ഈ സമാപന രാത്രിയിൽ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും ജീവിതാനുഭവങ്ങളിൽ നിന്നും അനേക ഭക്തന്മാരുടെ കർത്താവിൻ്റെ ദാസനിൽ കൂടി നമ്മെ കേൾപ്പിച്ചത് നമ്മുടെ ജീവിതത്തിനും ഒരു സമൂല മാറ്റം വരുത്തുവാൻ ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ദാസനോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.